എല്ലാവിധ നമസ്കാരം അറിയിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു വേദിയിൽ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനൊരു അവസരം കിട്ടണത്. അതിനാദ്യം തന്നെ നന്ദി പറയട്ടെ. പാട്ടോടുകൂടി തുടങ്ങാമെന്ന് തോന്നുന്നു നമ്മുടെ ഈ ഒരു ചർച്ച. അപ്പോൾ ആദ്യം തന്നെ ശ്രീ സനീഷ് അവിടെ നിന്നിട്ട് എന്നോട് പറഞ്ഞതൊരു 4 വരി പാട്ട് പാടിയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു സെഷൻ തുടങ്ങേണ്ടതെന്നാണ്. ഞങ്ങളുടെ ഒരു കൂട്ടുകാരനുണ്ട്, നിങ്ങളെല്ലാവരും പ്രസിദ്ധ ചാലക്കുടി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന കുറച്ച് പാട്ടുകൾ എന്നെ അറിയുന്നവരുണ്ടായിരിക്കാം. കേൾക്കണോ പ്രിയ കൂട്ടരെ? ഓളുള്ളേര് നിന്നെ കാണാനൊക്കെ ആണെങ്കിലും ഇത് നിങ്ങളെല്ലാവരും കേട്ട പാട്ടായതുകൊണ്ട് കേൾക്കാത്ത ഒരു പാട്ട് നമ്മുടെ ഈ സെഷനിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഒരു കൂട്ടുകാരനുണ്ട് കിഷോർ, നന്നായിട്ട് ഓടക്കുഴൽ വായിക്കും, ഒപ്പം നല്ല നല്ല പാട്ടുകൾ എഴുതും. അങ്ങനെയുള്ള കിഷോർ ഞങ്ങൾക്ക് തന്നൊരു പാട്ടാണ്. ആദ്യം തന്നെ ഞാൻ പാടുന്ന സമയത്ത് നിങ്ങളൊന്ന് കൈയടിച്ച് താളത്തിൽ കൂടണം. അതൊരു എൻ്റെ അപേക്ഷയാണ്, ഒന്ന് കൈയടിച്ച് കൂടണേ. ഏരേരിരകേരേരേരോ തകതൈതാരാ ഏരേരിരകേരേരേരോ തകതൈതാരാ പാടി ഏരേരിരകേരേരേരോ തകതൈതാരാ ഏരേരിരകേരേരേരോ തകതൈതാരാ ഉണ്ണിക്കൊരമ്പിളി പുത്തനുടുപ്പുണ്ടേ തകതൈതാരാ അക്കരക്കാവിലെ വേലയ്ക്ക് പോകുമ്പോഴേ തകതൈതാരാ ഏരേരിരകേരേരേരോ തകതൈതാരാ ഏരേരിരകേരേരേരോ തകതൈതാരാ അപ്പൻ്റെ തോളത്തിരുന്നങ്ങ് കൊഞ്ചുമ്പോഴേ തകതൈതാരാ മാനത്തൊരായിരം താരകൾ പൂത്ത പോലെ തകതൈതാരാ ഏരേരിരകേരേരേരോ തകതൈതാരാ ഏരേരിരകേരേരേരോ തകതൈതാരാ. താങ്ക് യു. എന്തായാലും നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പം അല്ലെങ്കിൽ അതിൻ്റെ വരികൾ നമ്മളിലേക്ക് വരുമ്പോൾ ഇത്ര നേരം ഇവിടെ ഇരുന്ന ആളുകൾ ചിലപ്പോൾ അതിന് മുമ്പ് നടന്ന സെഷൻ കേട്ടതിൻ്റെ ഒരു ചർച്ചയുടെ ചില സാധനങ്ങൾ നമ്മുടെ തലയിലൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് അതെല്ലാം പോയില്ലേ അങ്ങ്. തകതൈതാര എന്ന് മാത്രമായിരിക്കും കുറച്ച് നേരത്തേക്ക് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാവുക. സംഗീതത്തിന് അങ്ങനെ ഒരു പ്രതിധ്വനി ഉണ്ടാക്കാൻ പറ്റും. എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കുറച്ച് നേരം ഇങ്ങനെ തങ്ങി നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പാട്ട് കേൾക്കുന്നത് അല്ലേ. പക്ഷേ നിങ്ങളുടെയൊക്കെ 3 പേരുടെ ഒരു പാട്ടുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പൊതുവായൊരു സ്വഭാവമുണ്ട്. വളരെ ഭാവാർദ്രമായ ആഢ്യത്തുള്ള വരികളൊന്നുമല്ല, വളരെ ലളിതമായ ഏറ്റവും സിമ്പിളായ രീതിയിൽ കാര്യങ്ങൾ പറയുക എന്നുള്ളത്. ഇപ്പോൾ ജെയിംസിൻ്റെ ആദ്യത്തെ പാട്ടൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. പുട്ട് നമ്മളിന്ന് കാണുന്നതാണ്. ഒന്നെങ്കിൽ അമ്മ രാവിലെ എടുത്ത് വെച്ച് ഒന്ന് പുട്ടാ എന്ന് ചോദിച്ചിട്ട് നമ്മൾ വേണ്ട, വിശപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ തിന്നും. പക്ഷേ വൈകുന്നേരം പുട്ടുകടകൾ സജീവമായപ്പോൾ പുട്ടിനോട് പ്രേമം വന്നു നോക്കി, അതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് തുടങ്ങിയപ്പോൾ. അപ്പോൾ പുട്ടിപ്പോൾ പ്രിയപ്പെട്ടൊരു ഭക്ഷണമാണ് എല്ലാവർക്കും. പക്ഷെ അതൊന്നും കൂടിയും പ്രിയപ്പെട്ടതായപ്പോൾ അതിലൊരു പാട്ട് വന്നപ്പോഴാണ് ആ പുട്ടിനൊരു റൊമാൻറ്റിസൈസ് ചെയ്യപ്പെട്ടു. പുട്ട് ആരില്ലെങ്കിലും പുട്ടുണ്ടല്ലോ അല്ലേ ജെയിംസ്? ഇങ്ങനെ ജെയിംസിൻ്റെ ഒരു ജോണർ എന്ന് പറയുന്നത് ജെയിംസിനെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കണ്ടൻ്റാണ് എൻ്റെ ജോണർ പാട്ടിലെ. ഈ കണ്ടൻറ്റിലേക്ക് എങ്ങനെയാണ് ജെയിംസ് എത്തുന്നത്? കാരണം ജെയിംസ് കേട്ട് വളർന്ന് ശീലിച്ചതും ഇഷ്ടപ്പെട്ടതൊക്കെ AR റഹ്മാൻ്റെ പാട്ടുകളൊക്കെയാണ്. ഇപ്പോൾ 90s കിഡ്സ് ആയാലും 80s കിഡ്സ് ആയാലും ഒക്കെ അങ്ങനെയാണ്. റഹ്മാൻ്റെ പാട്ടുകളൊക്കെ കേട്ട ഒരാൾക്ക് അതിൻ്റെ മെലഡി ഉണ്ട്. അതിൻ്റെ എത്ര ഫാസ്റ്റ് നമ്പർ ആണെങ്കിൽ പോലും അതിനകത്തൊരു മെലഡി അദ്ദേഹം കീപ്പ് ചെയ്തിട്ടുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളൊരു ഭാഷയിൽ നിന്നുകൊണ്ട്, മലയാളം പോലുള്ള ഭാഷയിൽ നിന്നുകൊണ്ട് ഏറ്റവും സാധാരണ രീതിയിലുള്ള കോമൺ മാൻ്റെ ഒരു റിഫ്ലക്ഷൻസ് അത് ഉപയോഗിക്കാൻ എവിടെ വെച്ചാണ് ജെയിംസ് തീരുമാനിക്കുന്നത്? അങ്ങനെ തീരുമാനിച്ച് അങ്ങനെ ചെയ്തൊന്നുമല്ല. അത് നമ്മൾ ആദ്യത്തെ വന്നത് അങ്ങനത്തെ വരികളാണ്. അത് നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ബാൻഡ് തുടങ്ങുന്നതും അങ്ങനെ ബാൻഡ് തുടങ്ങാൻ വേണ്ടി തുടങ്ങിയൊന്നുമല്ല. നമ്മളിങ്ങനെ കുറച്ച് കൂട്ടം സുഹൃത്തുക്കൾ റൂം ഷെയർ ചെയ്യുമ്പോൾ അവിടെ ഒരു വൈകുന്നേരങ്ങളിൽ നമ്മുടെ ഒരു ചെറിയൊരു സെഷനുകളിൽ ഇങ്ങനെ പാട്ട് പാടി തുടങ്ങി. അപ്പം ആ രീതിയിലാണ് പാട്ട് ഡെവലപ്പ് ആവുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഗായകനാവാനായിരുന്നു അപ്പോൾ അന്ന് ആഗ്രഹം? അന്ന് ഇപ്പം ഉള്ളിൽ ഭയങ്കര ഹാപ്പിയാണ്. എന്നാൽ ആഗ്രഹം ഒരു ബാൻഡൊക്കെ ഉണ്ടാവണം. സിനിമ എനിക്ക് താല്പര്യമുള്ളൊരു മേഖലയാണ്. അപ്പം സിനിമ ഇല്ലാത്ത സമയത്ത് നമ്മളൊരു ബാൻഡൊക്കെ ആയിട്ട് പാട്ടൊക്കെ പാടി നടക്കുന്നു, അങ്ങനെ ഷോ ഒക്കെ ചെയ്തു പോകുന്നു. അങ്ങനെയൊക്കെ പണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മാർട്ടിനറിൻ്റെ കാര്യം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഹൈലി ഇൻഫ്ലേമബിൾ, പണ്ട് സുരേഷ് ഗോപി FIR സിനിമയിൽ പറഞ്ഞ മാതിരി ഹൈലി ഇൻഫ്ലേമബിൾ അല്ലേ, കത്തുന്ന പാട്ടുകളാണ്. രാഷ്ട്രീയം മാർട്ടിനെ ഞാൻ കേൾക്കുന്നത് എൻ്റെ വ്യക്തിപരമായിട്ട് അനുഭവം എന്ന് പറഞ്ഞാൽ 2015 കാലം തൊട്ടാണ്. ഇപ്പം മ്യൂസിക് മോജോയിലൊക്കെ വന്ന് തുടങ്ങിയ കാലം. അത് അതിൻ്റെ ഒരു വലിയ ഒരു പൊളിറ്റിക്സിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള അവബോധങ്ങളിലേക്കൊക്കെ എത്തുന്നത് നോട്ട് നിരോധനത്തോടനുബന്ധിച്ചാണെന്ന് തോന്നുന്നു. 2018 നവംബറിൽ. അത്
ക്യൂ നിൽക്കുന്നതിനെതിരെ പ്രതിഷേധമായിട്ട് വരുന്നു, പാട്ട് വരുന്നു. ഞാൻ ആ സമയത്ത് തിരുവാതിര, നേരത്തെ പറഞ്ഞ തിരുവാതിര സറ്റയർ ഷോ ചെയ്യുമ്പം ഈ ക്യൂ നിൽക്കുന്ന ആളുകളുടെ വിഷ്വലിടുമ്പോൾ അതിന് സപ്പോർട്ടീവായി കൊടുത്ത പാട്ട് നിങ്ങളുടെ പാട്ടായിരുന്നു. അതിൻ്റെ അപ്പുറം എനിക്കൊന്നും അതിൽ പറയാനില്ല, വേറെ ഒന്നും ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യേണ്ട, ആ പാട്ട് മതിയായിരുന്നു. ഇത്തരം പൊളിറ്റിക്സിലേക്ക് സംഗീതത്തെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? നമസ്കാരം. നല്ല രസമുള്ള ചോദ്യമാണ്. നമ്മളങ്ങനെ മുൻകൂട്ടി തയ്യാറെടുത്തിട്ട് ഇപ്പോൾ ജെയിംസ് പറഞ്ഞ പോലെയൊക്കെ തന്നെ നമ്മൾ മുൻകൂട്ടി തയ്യാറെടുത്തിട്ടുണ്ടായ ഒരു ബാൻഡല്ല. ഞങ്ങളൊരു നാടകക്കൂട്ടമാണ്. ഒരു നാടകത്തിൻ്റെ പേരിൽ 2013 ഞങ്ങൾ കൂടിയതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പാട്ടുകളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമുള്ള ചില കവിതകൾ സജി പാടുമായിരുന്നു. സജിയാണ് അതിലേക്ക് ഗിറ്റാർ കൊണ്ടുവന്ന ഒരാൾ. പിന്നെ സുധി ആദ്യം വരുന്നത് അതിൽ ചിത്രകാരനായിട്ടാണ്. ഞാൻ നാടകത്തിൻ്റെ സംവിധായകനും. പിന്നെ നമ്മൾ ആ നാടകത്തിൽ പാട്ടുകൾ പാടുന്നു. അപ്പോൾ അതിലൊരു 7-8 പാട്ടുകളുണ്ടായിരുന്നു. ആ പാട്ടുകൾ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സീനുകളോട് ചേർന്നിട്ടുള്ള വിഷയങ്ങളോട് ചേർന്നുണ്ടായിട്ടുള്ള പാട്ടുകളായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നല്ല തുറന്നു പറയാനായിട്ടും ധൈര്യം എടുക്കാനായിട്ടൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. നാടകത്തിൻ്റെ ലോകത്ത് അങ്ങനൊരു നമുക്കൊരു കാര്യം തുറന്ന് പ്രകടിപ്പിക്കാനായിട്ടൊരു ധൈര്യം നമുക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇടപെട്ട് തുടങ്ങിയ വിഷയങ്ങളുമായിട്ട് പിന്നീട് അത് കണക്റ്റ് ചെയ്യുന്നത് പിന്നീടാണ്. അപ്പോൾ ഈ നോട്ട് നിരോധനത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ ആ സമയത്ത് പെർഫോമൻസ് ഉള്ള സമയമാണ്. ഒരു 7-8 പെർഫോമൻസുകൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ള സമയമാണ്. തുടർന്നുള്ള ദിവസങ്ങൾ നവംബർ 16 തീയതി മറ്റാണ് 2016. അതിന് ശേഷം കേരളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഇതുപോലെ വരികളാണ് കാണുന്നത്. അപ്പോൾ ഈ പാട്ടുകൾ ഉണ്ടാവുന്നത് ഈ കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. പക്ഷെ അതിന് വരികളാക്കി മാറ്റുന്നത് ഷാജിയേട്ടനാണ്. ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ആശയം ചിലപ്പോൾ പറയും, ഷാജിയേട്ടൻ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും എഴുതണ്ടേ, അപ്പോൾ 2 വരി ചിലപ്പോൾ നമ്മൾ പറയും, അല്ലെങ്കിൽ പറഞ്ഞു നോക്കും. എന്നിട്ട് പുള്ളി കുറച്ച് എഴുതും. അപ്പോൾ നമ്മളത് കേട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അല്ലെങ്കിൽ ചേർക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരു നാടക സ്വഭാവത്തിലുള്ളതാണ് ഈ പാട്ടുകളൊക്കെ. അപ്പോൾ അത് ഒരിക്കലും അതൊരു ഒറ്റയ്ക്കുള്ളതല്ല. ഇപ്പോൾ ശരിക്കും ഇവിടെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ചെറിയൊരു ചമ്മലുണ്ട്. കാരണം ബാൻഡ് എന്ന് പറയുന്ന സമയത്ത് അതൊരു കൂട്ടമാണ്. നമ്മൾ കൂട്ടായ്മയുടേതാണ് അതിൻ്റെ വരികളായാലും സംഗീതമായാലും ഒക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾ എനിക്കൊരു സംശയമുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ പാട്ട് രൂപപ്പെടുത്തുമ്പോൾ സാധാരണ നമ്മൾ കേൾക്കുന്ന സിനിമാ ഗാനങ്ങളായാലും അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ഗാനങ്ങളാണെങ്കിലും ആദ്യം ട്യൂണിട്ട് വരികൾ എഴുതുന്നു. ചിലതൊക്കെ വരികൾ ആദ്യം കിട്ടുന്നു, പിന്നെ ട്യൂൺ ഇടുന്നു. അങ്ങനെയൊക്കെയാണ്. നിങ്ങളിൽ അങ്ങനെയൊക്കെ ഒരു രീതികളുണ്ടോ? അതിന് ഒരു രീതിശാസ്ത്രം എന്താണ്? അത് രീതിശാസ്ത്രം നമ്മൾ ഒരുമിച്ചായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. മിക്കപ്പോഴും നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ ജാമിങ് സെഷൻസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു മെലഡി രൂപപ്പെട്ട് വരും. ചിലപ്പോൾ നമ്മൾ ചെറിയ വാക്കുകൾക്ക് പകരം അവിടെ ഒരു ശബ്ദത്തിന് വെച്ചിട്ട് നമ്മൾ അതിനെങ്ങനെ ഫില്ല് ചെയ്ത് നോക്കും. ചിലപ്പോൾ വളരെ ജിബ്രിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലാത്തൊരു കാര്യമൊക്കെ നമ്മൾ പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമ്മൾ വെക്കുന്നൊരു ആശയത്തിനനുസരിച്ചുള്ള വാക്കുകൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായി വരാം. പിന്നെ ചിലപ്പോൾ എഴുതിയിട്ട് അതങ്ങനൊരു ഇതുവരെ അങ്ങനൊരു നിയതമായിട്ടുള്ളൊരു രീതി എന്നുള്ളതില്ല. ഇപ്പം ഇന്ന് പോലും നമ്മളൊരു മറ്റന്നാളുള്ളൊരു യാത്രയെക്കുറിച്ച് ഒരു പാട്ടുണ്ടാക്കണം എന്നുള്ളത് ഇപ്പോൾ ഷാജിയേട്ടനായിട്ട് മിണ്ടിക്കൊണ്ടിരിക്കുക. ഷാജിയേട്ടൻ കുറച്ച് വരികൾ എഴുതണമല്ലോ. എന്താണ്? അല്ല, ഇത് പുറത്തേക്ക് പോകാണല്ലോ, പ്രവാസികളുടെ അടുത്തേക്ക് പോകാണല്ലോ. അപ്പോൾ അത് തേടിപ്പോയിട്ടുള്ള ജീവിതത്തിലുള്ള പുതിയ സാധ്യതകളും ഒക്കെ തേടിപ്പോയിട്ടുള്ള മനുഷ്യരുടെ അടുത്തേക്ക് പോവുകയാണ്. നമ്മളും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ പറയാൻ പറ്റുക എന്നുള്ള അങ്ങനെ ആ ഒരു ഡിസ്കഷനിൽ നിന്ന് അത് വരും. അപ്പോൾ പറച്ചിലിന് ശേഷമാണ് അതിലേക്ക് ഈ സംഗീതം ചേരുന്നത്. പാട്ടും പറച്ചിലും എന്നുള്ളതാണ് നമ്മുടെ ശൈലി. നമ്മളൊരു പാട്ടുണ്ടാക്കിയ ഒരു സാഹചര്യം എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് പറഞ്ഞ് വരികൾ വഴിയെ വരുമേട, അങ്ങനെയാണെന്ന് അത് മാറേണ്ട പാട്ടിൽ എനിക്ക് ഈ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്തതിലെ എല്ലാം ഉൾക്കൊണ്ടു എന്ന് തോന്നിയത് അതിൻ്റെ ഒരു ടോട്ടാലിറ്റി ഉള്ള ഒരു പാട്ട് എനിക്ക് തോന്നുന്നത് കുറേയേറെ കഷ്ടപ്പെടുകയാണ്. അതിനകത്ത് എല്ലാം ഉണ്ട്. ലൈഫിൻ്റെ പ്രകൃതിയുണ്ട്, ഒറ്റപ്പെടുന്ന മനുഷ്യനുണ്ട്, അതിനകത്തൊരു വലിയൊരു സൈലൻസ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഒന്ന് പാടും. അത് ഈ കഷ്ടപ്പെടും വന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഷ്ടപ്പെടും അത് മെലഡിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലാറ്റിൻ സ്വഭാവത്തിലുള്ളൊരു റഗ്ഗേയുടെയൊക്കെ ഒരു ഉണ്ടാവാം. ഞാനൊരു 7-8 വർഷത്തോളം ഞാൻ ലാറ്റിൻ അമേരിക്കയിലായിരുന്നു. നാടക പ്രവർത്തനമൊക്കെ ആയിട്ട് അവിടെയാണ് ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള സംഗീതവും കേൾക്കും. അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചിട്ടൊന്നുമല്ല, ഇഷ്ടമാണ് പാടാനായിട്ട്. അപ്പോൾ അതിൽ പല ശൈലികളും വന്ന് കയറിപ്പോവും. നമ്മൾ ഊരാളിയിലാണെങ്കിലും ഇപ്പോൾ അതിനൊരു ജോണർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഗെ ആണോ റോക്കാണോ ഫോക്കാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അതിനെ ആലോചിച്ച് ടെൻഷൻ അടിക്കാറില്ല. ഊരാളിൻ്റെ ഒരു പാട്ട് കുറേയേറെ കഷ്ടപ്പെടും.
പുഴയെ ഊറ്റി മണലെടുത്തു വിറ്റ് വിറ്റ് മണല് വറ്റി പുല്ലു കെട്ടി പുഴ തന്നെ ഇല്ലാതായാൽ നാടു കേറി കേറി ചെന്ന് കാടു വെട്ടി തിന്നു തീർത്താൽ മരവുമില്ല മൃഗവുമില്ല കാടു തന്നെ ഇല്ലാതായാൽ വണ്ടി തിങ്ങി ഞെങ്ങി റോഡ് മുഴുവൻ നിറഞ്ഞു നിന്നാൽ യന്ത്രങ്ങൾ ഞരങ്ങി മൂളി നാട് മുഴുവൻ പുക നിറച്ചാൽ വണ്ടി തിങ്ങി ഞെങ്ങി റോഡ് മുഴുവൻ നിറഞ്ഞു നിന്നാൽ യന്ത്രങ്ങൾ ഞരങ്ങി മൂളി നാട് മുഴുവൻ പുക നിറച്ചാൽ ശ്വാസമില്ലാതായാൽ ഒരു ചെറിയ കാറ്റുപോലും വീശാതായാൽ വെള്ളമില്ലാതായാൽ ഒരു കുഞ്ഞു മഴ പോലും പെയ്യാതായാൽ. അപ്പോൾ അവിടെ ഒരു സൈലൻസ് വരും. എന്നിട്ട് പിന്നെ അയാളാണ് പറയുന്നത് അയാൾ എന്നുള്ളതാണ്. എന്തോ ഉണ്ടല്ലോ, അപ്പൊ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടല്ലോ. ആ ഒരു സാധ്യത അവർ തന്നെയാണ് അത് ഇങ്ങനെ തന്നിട്ടാണ് അവിടെ നിന്നാണ് ഈ കഷ്ടപ്പെടും എന്നുള്ളത് വന്നിട്ടുള്ളത്. കഷ്ടപ്പെടും എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതല്ല. ആ ചോദ്യം വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കഷ്ടപ്പാടിൻ്റെ സാധ്യത ഉണ്ടല്ലോ, അത് അവർ തന്നെ തിരിച്ചിങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് പിന്നെ അത് പാട്ടിലേക്ക് കയറി വന്നിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണത്. അതിലേക്ക് എത്താം. അത് ആ വരിയും കൂടി കുറേയേറെ കഷ്ടപ്പെടും നമ്മളൊക്കെ കഷ്ടപ്പെടും, കുറേയേറെ കഷ്ടപ്പെടും നമ്മളൊക്കെ കഷ്ടപ്പെടും. പിന്നെ കുറെ 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 പിന്നെ അങ്ങനെ പോകും. പിന്നെ അവസാനത്തിൽ ഇപ്പോൾ ഈ പാട്ട് ഇങ്ങനെ കഷ്ടപ്പെടും എന്നുള്ളത് വരികൾ വരണ എൻ്റെ പേരിൽ ബാൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചർച്ചയുണ്ടായി. ഇതിപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെടും എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കഷ്ടപ്പാടാവില്ലേ? എന്നാൽ വേണ്ട, കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാക്കി. പിന്നീട് 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ കഷ്ടപര്യവസ്യായ ഒരു പാട്ടാക്കി മാറ്റാമെന്ന് തീരുമാനിക്കുകയാണ്. അതെ അതെ, അത് ശുഭമൊക്കെ കണക്ക് തന്നെ. എന്നാലും കഷ്ടപ്പാട് മാറിയോ? പിന്നെ ഏതെങ്കിലും തരത്തിൽ ആദ്യത്തെ ആ കഷ്ടപ്പാട് ഇപ്പോഴും ബാൻഡ് കൊണ്ടു നടക്കുന്നതിലുണ്ടോ? ബാൻഡ് ഒരു കൂട്ടമായിട്ട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഷ്ടപ്പാടുണ്ട്. അത് നിങ്ങൾ ഒറ്റയ്ക്ക് പോണ സമയത്തുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളെ കാര്യമായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാം. മറ്റേത് കൂട്ടത്തിലുള്ള ഓരോരുത്തരെയും പരിഗണിക്കുക എന്ന് പറയുമ്പോൾ ഓരോരുത്തരും വ്യത്യസ്തരായിട്ടുള്ള സ്വഭാവമുള്ളവരാണ്, താല്പര്യങ്ങളുള്ളവരാണ്. അപ്പോൾ പിന്നെ ഞങ്ങളാണെങ്കിൽ ഒരുമിച്ചാണ് താമസിക്കണമൊക്കെ. കൂടി നിൽക്കാനായിട്ട് ഞങ്ങളൊരു സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അവിടെയാണ് കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണത്. അന്നേരമൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അപ്പോൾ കൂട്ടത്തിൻ്റേതായിട്ടുള്ള കൂടി നിൽക്കണതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നാട്ടിലുണ്ടാവുന്ന ഓരോ വിഷയങ്ങളും നമ്മളെ ബാധിക്കുമല്ലോ. ഇപ്പോൾ നോട്ട് നിരോധനത്തിൻ്റെ പേരിലൊരു കുറച്ച് വരികൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന സമയത്ത് അത് വെറുതെ ഇരുന്നൊരു പാടണമല്ല, അത് അവസ്ഥയാണ്. എന്തുട്ട് തേങ്ങ ചെയ്യണം എന്നുള്ളത് നമ്മൾ ചോദിക്കുമല്ലോ. നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മളെ തൊടുന്ന വിഷയങ്ങളാണല്ലോ. അപ്പം അന്നേരം ഇത് ചോദിക്കും, ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കണേ എന്നുള്ളത്, നിങ്ങളിങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞത്, അതിപ്പോഴാണെങ്കിലും ചോദിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ആ ഒരിടത്ത് പിന്നീടുള്ള കഷ്ടപ്പാടൊക്കെ അതൊക്കെ നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കാണ് അങ്ങനെ പറയുമ്പോൾ കഷ്ടപ്പാടില്ലാത്തത്? കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, പക്ഷേ അതിൽ അപ്പോഴൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ രസം എന്ന് പറയണത് കൂട്ടമുണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ബോധ്യമുണ്ടല്ലോ, അതൊരു രസം ധൈര്യമൊക്കെ തന്നെയാണ്. ഇപ്പം ജെയിംസിനോട് ചോദിക്കാനുള്ളത്, ഈ കൂട്ടത്തിലേക്ക് വന്നപ്പോഴാണല്ലോ ജെയിംസ് ഒരു ഗായകനായി മാറുന്നതും ബാൻഡിലേക്ക് എത്തുന്നതൊക്കെ. സൗഹൃദങ്ങൾ, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മനുഷ്യരെ കാണുക, അവർ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുക. പ്രത്യേകിച്ച് ഈ പുട്ടുപാട്ടിൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ആ വരികൾ ആ എഴുതിയ ആൾ വേറൊരു മ്യൂസിക് ഡയറക്ടറുടെ അടുത്ത് പറഞ്ഞപ്പം സ്റ്റുഡിയോയിൽ നിന്ന് ഇറക്കി വിട്ട അനുഭവം ഉണ്ട് അയാൾക്ക്. പക്ഷെ അത് ജെയിംസിൻ്റെ അടുത്ത് പറഞ്ഞ് കേട്ടുമ്പോൾ ജെയിംസ് ആഹാ എന്നാണ് പറയുന്നത്. ഈ ഒരു കണക്ഷൻസ് ഉണ്ടല്ലോ, ഈ കണക്ഷൻസ് നിങ്ങളുടെ വരികളിലേക്കും അത് മ്യൂസിക്കായിട്ട് സംഗീതത്തിൻ്റെ ഒരു മിംഗ്ലിങ് നടക്കുന്നുണ്ട് അവിടെ, ഭാഷയൊക്കെ ആയിട്ട്. ഇപ്പം ഒരു ജീവിക്കൂ എന്നുള്ളതിന് നിങ്ങൾ ഷോർട്ട് ഫോം എഴുതി വെച്ച ജി വി ക്യു എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് ആദ്യം മനസ്സിലായിട്ടില്ല GVQ. അപ്പം അത് ഇവരുടെ ഒരു വരിയാണ് GVQ, അതിനെ അവർ ഷോർട്ടാക്കി എഴുതിയാണ്. അപ്പോൾ ഭാഷ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമല്ലേ? അതായത് വളരെ ഈസി ആയിട്ട് നിങ്ങൾ അതിനെ അഡാപ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഭാഷയ്ക്കൊപ്പം സംഗീതത്തിനും കൂടി അതിലേക്ക് മിങ്കിൾ ചെയ്യുമ്പം നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളൊക്കെ ഉണ്ടോ? പ്രത്യേകിച്ചും നമ്മൾ വളരെ മെലഡിയസ് ആയിട്ടുള്ള പാട്ട് കേൾക്കുന്നു. പി ഭാസ്കരൻ മാഷ് തൊട്ട് വയലാർ തൊട്ട് ONV, അത് കഴിഞ്ഞ് ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അതിപ്പം എത്തുന്ന സുഹൈൽ കോയയിലൊക്കെ എത്തുമ്പോൾ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. വിനായക് ശശികുമാറിലേക്ക് എത്തുമ്പോൾ മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇതൊക്കെ എന്ത് പാട്ടാ എന്ന് ചോദിക്കും. നമുക്ക് കുറച്ച് വലിയ അർത്ഥവത്തായ വരികൾ അങ്ങനെയൊക്കെ, അതൊക്കെയാണ് നല്ല പാട്ട് എന്ന് വിചാരിക്കുകയാണ്. ഇത്തവണ പോലും വേടന് മികച്ച പാട്ടിന് കൊടുത്തപ്പം, വരികൾക്ക് കൊടുത്തപ്പം അതിനെതിരെ വളരെ വിമർശനാത്മകമായിട്ട് രൂക്ഷമായ രീതിയിൽ വിമർശനങ്ങൾ വന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഇതാണ് നല്ലത്, ഇത് മോശമാണ് എന്ന് പറഞ്ഞിട്ടുള്ള. അവിടെയാണ് നിങ്ങൾ ഇങ്ങനത്തെ വരികൾ വെച്ചുകൊണ്ട് അതൊരു ബാൻഡാവുന്നു, ആളുകളെ കയ്യിലെടുക്കുന്നു, വേദികൾ തോറും കയറി ഇറങ്ങുന്നു, അത് വിദേശത്തേക്ക് പോകുന്നു. അപ്പോൾ വലിയൊരു കൂട്ടം ആരാധകർ നിങ്ങൾക്ക് ഉണ്ടാവുന്നു.
ആ ഒരു യാത്രയിൽ എങ്ങനെയാണ് അങ്ങനെ ഭാഷയെ നിങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത്? ഭാഷ അങ്ങനെ തീരുമാനിച്ച് ചെയ്തതല്ല സനീഷ്. വെച്ചാൽ നമ്മൾ ആദ്യത്തെ പാട്ട് പോടി മണ്ണ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അത് 10 മിനിറ്റിൽ ഉണ്ടായതാണ്. ഇപ്പം ഞാൻ ആക്ച്വലി എറണാകുളത്ത് 2011 വന്ന് ഈ 8 പേര് ഇവിടുത്തെ ഫിലിം സ്കൂൾ സ്റ്റുഡൻസാണ്. അതിൽ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്, പോടി മണ്ണയുടെ വീഡിയോ ഒക്കെ ഡയറക്റ്റ് ചെയ്തതാണ് ഫണ്ട്. അപ്പം ഞാനിവരുടെ കൂടെ ഫിലിം സ്കൂൾ സ്റ്റുഡൻസിൻ്റെ കൂടെയാണല്ലോ, അപ്പോൾ ഇവരുടെ എൻ്റർടൈൻമെൻറ്റ് ഞാനാണ്. അപ്പം അക്കോസ്റ്റിക് ഗിത്താറായിട്ട് നമ്മൾ ഇരിക്കുന്നു, ഇവരെല്ലാവരും കൂടെ പാടുന്നു. അങ്ങനെ ഉണ്ടായതാണ് പോടി മണ്ണ. 10 മിനിറ്റിൽ ഞാനൊരു ബ്രേക്കപ്പിലായിരുന്നു, അതിൽ ലിറിസിസ്റ്റ് ഒരു ബ്രേക്കപ്പിലായിരുന്നു. അപ്പോൾ അത് 10 മിനിറ്റിൽ പാട്ടായി. അത് കഴിഞ്ഞിട്ടാണ് അവൻ നേരം ഒരു പാട്ടൊക്കെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും കൂടെ പോടി പെണ്ണേ എന്നൊക്കെ പാടുന്നു. അത് കഴിഞ്ഞപ്പം പറഞ്ഞു, എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കണം, ആ പാട്ടിൽ പക്ഷേ ചില പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പ്രശ്നങ്ങളില്ലേ ഇന്ന് ചിന്തിക്കുമ്പോൾ? അങ്ങനെ വിമർശനം അല്ല, അത് വിമർശനമുണ്ട്. അത് ആൾക്കാർക്ക് വിമർശിക്കാൻ, ഞാനത് ഓപ്പണാണ്, അതിന് കുഴപ്പമൊന്നുമില്ല, ആൾക്കാർക്ക് വിമർശിക്കാം. പക്ഷെ തോന്നിയിട്ടുണ്ടോ അന്ന് എഴുതിയത് ഇന്നിപ്പോൾ അങ്ങനെങ്കിൽ ആ ഒരു പാട്ട് അങ്ങനത്തെ അതുപോലെ ഒരു പാട്ട്? അല്ല, അത് ആ കാലഘട്ടത്തിൽ 21 വയസ്സിലുണ്ടായിരുന്നൊരു പ്രേമം നൈരാശ്യത്തിൽ നിന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് നിന്നാണ് ആ പാട്ട് വരുന്നത്. അപ്പം ഇപ്പം അത് ശ്രദ്ധിക്കാറുണ്ടോ? പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം, വരികളായിരിക്കണം, അങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റായി ആർട്ടേ ചെയ്യുള്ളൂ എന്നുള്ളതൊന്നുമില്ല. ഒരു പോയിന്റിലാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്സ് ഒരു 4 കൊല്ലം മുമ്പ് ഭയങ്കര കത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ഭയങ്കരമായിട്ടൊക്കെ ചിലപ്പോൾ രാത്രി സ്വപ്നമൊക്കെ കാണുമായിരുന്നു. ദൈവമേ, നമ്മുടെ പാട്ടൊക്കെ കേട്ടിട്ടൊക്കെയാണോ ഏതോമാരെ വല്ല പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതെന്നൊക്കെ രീതിയിൽ. പക്ഷെ ആ സ്പേസ് ഒക്കെ മാറി. അതും അങ്ങനെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് പുട്ടുപാട്ടിൻ്റെ അപ്പം ഈ ലിറിസിസ്റ്റ് വിജീഷ് തന്നെയാണ്, ബോഡി ബണ്ണ എഴുതിയ ആൾ തന്നെയാണ് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ്ലി കണക്റ്റായി. പിന്നെ നമുക്ക് ഇപ്പോൾ കാവ്യാത്മകമായിട്ടൊന്നും നമുക്ക് ആർക്കും എഴുതാനും അറിയത്തില്ല. അപ്പോൾ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ അതിനോട് 100% നീതി പുലർത്താൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. ഹോണസ്റ്റ് ആവാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ചെയ്യുന്നൊരു പരിപാടിനോട് 100% ഹോണസ്റ്റായിട്ട് നമ്മൾ അത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മെയിനായിട്ട്. ഇപ്പം നിങ്ങളുടെ ഓഡിയൻസ് എങ്ങനെയാണ് ശരിക്കും? ഇത്തരം പാട്ടുകൾ ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ പല വേദികളും പോയിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ പാടുന്ന പാട്ടുകളിൽ ഇപ്പോൾ ഒരു 80% പാട്ടുകൾ നിങ്ങളുടെ പാട്ടുകളായിരിക്കും, നിങ്ങൾ ചെയ്ത പാട്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തത്. ചിലപ്പോൾ സിനിമ പാട്ടുകളും ആവശ്യപ്പെടാറുണ്ടാവുമായിരിക്കും. പക്ഷേ ഓഡിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര മിക്സപ്പ് ആയിട്ടുള്ള ആൾക്കാരാണ്. പല ഏജ് ഗ്രൂപ്പ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ പുട്ടുപാട്ടൊക്കെ കേട്ടിട്ട് ആസ്വദിക്കുന്ന ആളുകൾക്ക് അത് മാത്രം മതിയോ? അങ്ങനെ കൊടുക്കുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താറുണ്ടോ? എങ്ങനെ ഈ ഓഡിയൻസിനനുസരിച്ച് പാട്ട് ചേഞ്ച് സിനിമാ പാട്ടുകൾ പാടാറുണ്ടോ? അങ്ങനെയാണ്. ഇല്ല, നമ്മൾ ഒറിജിനലായിട്ട് തന്നെ നിൽക്കാനാണ് നമ്മുടെ താല്പര്യം. ഇപ്പം 1-2 പാട്ടുകൾ നമ്മൾ കവേഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തിയാമേ, ഗബ്രിയലിൻ്റെ ദർശനം. അപ്പം അതല്ലാതെ ബാക്കിയെല്ലാം നമ്മുടെ ഒറിജിനൽസ് തന്നെയാണ്. അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോഴും ഒറിജിനൽ ചെയ്ത് തന്നെ. ഈ ഓഡിയൻസിനുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് എന്താണ്? അത് നിങ്ങളെ എന്തുമാത്രം മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ധൈര്യം നൽകുന്നുണ്ട്? ഓഡിയൻസ് ഇപ്പം കുറച്ച് കാലമായിട്ട് എനിക്കിപ്പം ഞാൻ തന്നെയാണ് ബാൻഡ് മാനേജ് ചെയ്യുന്നത്. അപ്പം കോൾസൊക്കെ വരുന്നത് ഞാനാണ് എടുക്കുന്നത്. അപ്പോൾ ആൾക്കാർക്കറിയില്ല, ഞാനതിന് വേറെ പേര് പറഞ്ഞാൽ എടുക്കുന്നത്. പക്ഷേ അപ്പം നമുക്ക് ഡയറക്റ്റ് അറിയാമല്ലോ. ഇപ്പം കഴിഞ്ഞൊരു സീസണിലൊക്കെ വരുന്ന എല്ലാവരും ഇങ്ങോട്ട് വയ്ക്കുന്ന സിനിമാ പാട്ട് നിങ്ങൾ പാടുന്നില്ലേ എന്ന് വെച്ചിട്ട് ചിലപ്പോൾ ഷോസ് കൺഫേം ആവാതെ പോലും പോകുന്ന സീൻ ഇപ്പം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വേണം അല്ലേ? അതിപ്പം കുറച്ച് കൂടി. അത് പണ്ട് കുറച്ചും കൂടെ ഒറിജിനൽ ഇന്ത്യ എന്നൊക്കെ പറയുന്നതിന് കോളേജിലെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്ന പോലെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കത് കുറച്ച് പോവാണെന്നാണ് എനിക്ക് എൻ്റെ ഒരു തിരിച്ചുപോക്കിലാണോ ഇപ്പോൾ സൊസൈറ്റി നിൽക്കുന്നത്? നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാറുള്ളതാണ്. ഒരു ബാൻഡിനെ നമ്മുടെ കേരളത്തിൽ അത്രയ്ക്കൊക്കെ അറിയുമോ എന്നുള്ളത്. ഇവിടുത്തെ ഒരു മ്യൂസിക് ഇൻഡസ്ട്രി നിൽക്കുന്നത് സിനിമയായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണല്ലോ. അപ്പോൾ അവിടെ കിട്ടുന്ന റെക്കഗ്നീഷൻസൊക്കെ ഈ പറയുന്ന ബാൻഡുകളുടെ മുന്നോട്ട് പോകലിനൊക്കെ വളരെ സ്വാധീനിക്കുന്നൊരു വിഷയം തന്നെയാണ്. നമ്മളിപ്പോൾ എത്ര ഒറിജിനലാണെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് സിനിമയിൽ വന്നിട്ട് നിങ്ങൾ ഹിറ്റായിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സിനിമയിൽ വന്നാൽ മാത്രം പോരാ, പിന്നെ അത് ഹിറ്റാവുകയും വേണം. അപ്പോൾ ചിലപ്പോൾ പാട്ട് ഹിറ്റായതുകൊണ്ട് കാര്യം ഉണ്ടാവണമെന്നില്ല, സിനിമ ഹിറ്റാവണം. അത് വലിയൊരു ഇൻഡസ്ട്രിയുടെ കൂടി ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ ബാൻഡ് കൾച്ചർ ഒരു സമയത്ത് ഇവിടെ ഇങ്ങനെ നമ്മളും അതെയല്ലോ ഈ നമ്മൾ കേട്ട് വന്നിട്ടുള്ളതൊക്കെ അവിയലിനെയാണ് ഞാനൊക്കെ കേട്ടിട്ടുള്ളത്. പഠിക്കുന്ന സമയത്തൊക്കെ അവിയലിനെ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നൊരു ബാൻഡിനെ കേൾക്കുന്നു, വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മദർ ജെയിൻ, അങ്ങനെയുള്ള എനിക്ക് അത്ര പോലും മ്യൂസിക്കായിട്ട് സജിക്കാണ് കുറേ കൂടി മ്യൂസിക്കായിട്ടൊക്കെ അടുപ്പുണ്ടായിരുന്നു. എനിക്ക് അത്ര പോലും അടുപ്പില്ല. നമ്മൾ നാടകമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് ഇതൊക്കെ നമ്മൾ എല്ലാ തരത്തിലുള്ള മ്യൂസിക്കും കേൾക്കും, പാട്ടുകൾ കേൾക്കും. അപ്പം പിന്നെ അങ്ങനെയാണ് നമ്മൾ അവിയലിനൊക്കെ അറിയണത്. അവിടെ തൊട്ട് ഇങ്ങോട്ട് വരുമ്പോഴുള്ള ബാൻഡുകൾ തന്നെ എത്രത്തോളം ബാൻഡുകൾ പിന്നീട് ഒരു സമയം കഴിഞ്ഞിട്ട് നമ്മൾ കേട്ടു തുടങ്ങിയതാണ് തൈക്കുടം. പക്ഷേ എനിക്കറിയില്ലായിരുന്നു അവർ ഒറിജിനലാണോ അതല്ലെങ്കിൽ സിനിമാ പാട്ടുകളാണോ പാടുന്നതെന്നും നമുക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് മിക്സ് ആയിട്ടൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ബാൻഡ് എന്നൊക്കെ പറയുന്നൊരു സങ്കല്പം പിന്നെ
ഞാൻ തകര കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വേറെ ബാൻഡുകൾ, പിന്നെ പല പേരുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു സമയത്ത് അതിനൊരു ഉണർവുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവണം. ആളുകൾ അത് കുറെ കൂടിയൊക്കെ സ്വതന്ത്രമായിട്ടുള്ള സംഗീതമാണ്, അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്, അത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ തന്നെ അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നുള്ളതൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോൾ അത് അങ്ങനെയാണോ എന്നറിയില്ല. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കൂടിയാണല്ലോ. അങ്ങനെ നമുക്ക് ഉറപ്പുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതാണോ ചെയ്യണത്, ആളുകൾക്ക് ഇഷ്ടമുള്ളതാണോ ചെയ്യണത്, നമ്മൾ അവരായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണല്ലോ. അപ്പോൾ അതെപ്പോഴും ഇങ്ങനെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടി വരുന്നൊരു കാര്യമാണ്. പാടുകയാണെങ്കിലും പുതിയ പാട്ടുകൾ ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ അതേ പാട്ടുകളായിട്ട് തന്നെ പുതിയ ആളുകളുടെ അടുത്തേക്ക് പോണ സമയത്തും അത് അവരോടുള്ള ഇടപെടലിലൊക്കെ വളരെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതിപ്പോൾ മനുഷ്യർ അവരും അതെ നിരന്തരം ഇങ്ങനെ വേറെ അവസ്ഥകളിലാണല്ലോ. ഒരു ചെറിയ കാര്യം മതി നമ്മളത് ബാധിക്കാനായിട്ട്. ഇപ്പോൾ ഇന്ന് വൈറലായിട്ടുള്ളൊരു വീഡിയോ നാളത്തെ നിങ്ങളുടെ ഒരു ഇമോഷനെ സ്വാധീനിക്കാമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ കാര്യത്തിനെ കാണുന്ന രീതിയെ അത് സ്വാധീനിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഒരു പാട്ടുണ്ടാക്കുന്ന സമയത്ത് അവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ, നമുക്കത് റിലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണല്ലോ. ആ സ്ഥലത്ത് ബാൻഡ് ഇപ്പം അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ. അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ വന്നിരിക്കില്ലല്ലോ, ഇവരും അങ്ങനെ വന്നിരിക്കില്ലല്ലോ. ഉണ്ടാവും. സീതയുടെ എങ്ങനെയാണ് ഇപ്പം നിങ്ങളുടെ ഒരു ഇതെടുത്ത് നോക്കിയാൽ ഇപ്പോൾ കുട്ടപ്പ സാറുണ്ട്, മറിയാമ്മ ചേർത്തിയുണ്ട്, അതിന് ശേഷം കലാഭവൻ മണി ഉണ്ടാക്കി വെച്ചൊരു ഓളമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെഞ്ച് മാർക്കുണ്ട്. അവിടേക്കാണൊരു സ്ത്രീ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നാടൻ പാട്ടിൻ്റെ ഈരടികളും അതിൻ്റെ താളങ്ങളൊക്കെ ആയിട്ട്. നിങ്ങളുടെ ഒരു സ്റ്റേജും നിങ്ങളുടെ ഒരു ഓഡിയൻസും എങ്ങനെയാണ് ഈ ഒരു കാലത്തുള്ളത്? ഞാൻ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ടീമിൻ്റെ പേരാണ് പതി ഫോക്ക് ബാൻഡ്. അതും ഒരു ബാൻഡ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു നാടൻ പാട്ട് രംഗത്ത് ആദ്യമായിട്ട് ബാൻഡ് എന്ന് പേരിട്ടത് ഞാനാണെന്നൊരു സംശയം എനിക്കുണ്ട്. അതല്ലെങ്കിൽ എന്തായാലും പറയണം. സെമി ഫോക്ക് ബാൻഡ് എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കാരണം എൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷനിൽ വന്ന മാറ്റങ്ങളാണ്. ഞാൻ പണ്ട് ഒരുപാട് കേട്ടിരുന്ന പാട്ടുകൾ കലാഭവൻ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ സയൻസിൻ്റെയും ടെക്നോളജിയുടെയൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ റിതം പാഡായിട്ടും കീബോർഡായിട്ടും ഒക്കെ അതിൽ കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. ഈ കീബോർഡ് വെക്കുമ്പോഴത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് പല നാടൻ പാട്ടുകാർക്കും അത് കീബോർഡൊന്ന് മാറ്റി വെക്കണമെന്ന് തോന്നണം. എൻ്റെ ടീമിലെ കുറേ പേര് എന്നോട് പറഞ്ഞതിൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയണത്. കീബോർഡ് ബേസ്ഡായിട്ട് ഒരു ബാൻഡ് പോകുന്ന സമയത്ത് ആ കീബോർഡിനൊരു ശ്രുതി ഉണ്ടല്ലോ, ആ ശ്രുതിയിൽ നമ്മൾ ബേസ് ചെയ്തിട്ട് പാടുമ്പോൾ കുറച്ചുകൂടി ചില പാട്ടുകാർ ഭയങ്കര ശ്രുതിയിൽ പാടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഓഡിയൻസിന് തന്നെ ഇങ്ങനൊരു മുഖമാണ് കാണുക. ആ മുഖത്ത് വരുന്ന വേറൊരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ഇത്രയും ശ്രുതിയിൽ ടോപ്പിലൊക്കെ പാടുമ്പോൾ ഇത്രയും ശ്രുതിയിൽ ഇദ്ദേഹം പാടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത ഒന്ന്. രണ്ടാമത് ഇത് ആസ്വാദനത്തിന് പുറമെ ഒരു അതിശയോക്തിയാണ് ചില ആളുകളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ ആളുകൾ ആസ്വദിച്ചിരിക്കണം. ഇപ്പോൾ ഞാൻ കൂടുതൽ എൻ്റെ പതി ഫോക്ക് ബാൻഡായിട്ട് പോകുന്നത് 18 അംഗ സംഘമായിട്ട് പോകുന്നത് ഉത്സവ പറമ്പുകളിലാണ് കൂടുതലായിട്ടും, അതുപോലെ ഫെസ്റ്റൊക്കെ നടക്കുന്ന വേദികളിലാണ്. അവിടെ വരുന്ന ആളുകൾ ഇത് ആസ്വദിച്ച് നമ്മൾ കളിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 100% കിട്ടുമ്പോൾ ഓഡിയൻസിൻ്റെ അതിൻ്റെ ഒരു 75% കിട്ടുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പെർഫോം ചെയ്യുമ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കേണ്ടത്. അങ്ങനെ ഞാൻ ആസ്വദിച്ച് കളിക്കുന്ന സമയത്ത് എൻ്റെ ഓഡിയൻസിനെ കൂടി കളിപ്പിച്ച് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാൻഡ് എന്ന വാക്ക് ചേർക്കാനുള്ളൊരു കാരണം ഇത് തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളിൽ ചെറിയൊരു വ്യത്യാസം, എന്നാൽ പെർക്യൂഷൻ വായിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെണ്ടയും മരവും തൊടിയും എല്ലാം ഉണ്ട്, തകിലടക്കമുള്ള എല്ലാ നാടൻ വാദ്യോപകരണങ്ങളുമുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ നാടൻ പാട്ടിൻ്റെ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും തലത്തിലേക്ക് നമ്മുടെ നാടൻ പാട്ടുകളെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നൊരു രീതിയിലേക്ക് കൂടി പാട്ടുകളെ കൊണ്ടുവന്ന ഒരു മഹാനായ മനുഷ്യനാണ് കലാഭവൻ മണിച്ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് ഈ പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി കഴിയില്ല. അത് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ അതിൻ്റെ ഒരു ഫോളോവർ കൂടിയാണ്. എൻ്റെ ഒരു പഠനം പോകുന്നത് പോലും പുലയ സമുദായത്തിൻ്റെ നാടൻ പാട്ടുകൾ, മലബാർ ഏരിയയിലുള്ള പാട്ടുകളെ കേന്ദ്രീകരിച്ചാണ് ഞാൻ PhD ചെയ്തത്. അതിലും ഞാൻ കൊണ്ടുവന്നത് ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകളുടെ ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാടൻ പാട്ടിലെ അല്ലെങ്കിൽ സംഗീതത്തിലെ ഭാഷ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ തിരഞ്ഞെടുക്കുന്ന പാട്ടുകൾ എപ്പോഴും ആളുകൾക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന വരികളാണ്. അതിപ്പോൾ മാർട്ടിൻ ചേട്ടൻ്റെ വരികളാണെങ്കിലും ജെയിംസേൻ്റെ വരികളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ജനങ്ങൾ ഏറ്റെടുക്കുന്നത് അവർക്ക് കൂടി അനുഭവമുള്ള, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന വരികളാണ്. നമ്മളൊരു പുസ്തകം തിരഞ്ഞെടുത്താൽ പോലും നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന പുസ്തകമേ നമ്മൾ തിരഞ്ഞെടുക്കൂ. 1000 പുസ്തകങ്ങൾ നിരത്തി വെച്ച് നമ്മളെല്ലാം കണ്ണോടിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ഏത് പുസ്തകമാണ് അതിലേക്കാണ് നമ്മുടെ കൈ ആദ്യം ചെല്ലുക. ഇങ്ങനൊരു അനുഭവം എനിക്കുള്ളതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നെ പഠിപ്പിച്ചത് ഇതാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാട്ടുകളുടെ വരികൾ
മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാവുന്ന വരികളായിരിക്കണം. കുട്ടികൾ, ആബാലവൃദ്ധം ജനങ്ങൾ വരുന്ന ഒരു വേദിയിൽ ഞാൻ പാടുമ്പോൾ കൊച്ചുകുട്ടികളടക്കം നല്ല പ്രായമുള്ള ആളുകൾ വരെ ആസ്വദിക്കുന്ന വരികളായിരിക്കണം എന്ന ഒരു നിശ്ചയദാർഢ്യം എനിക്കുള്ളതുകൊണ്ടാണ് എൻ്റെ പാട്ടുകൾ ഇത്തരം വാക്കുകളിൽ ഒതുങ്ങിക്കൊണ്ട് നിൽക്കണത്. അത് പല ആളുകളും എൻ്റെ വീഡിയോയിൽ കേൾക്കണോ പ്രിയ കൂട്ടരെ എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പാട്ട് പാടിയത് ഞാനല്ല, അതിൻ്റെ ഒരു തരത്തിലുള്ള ഓണർഷിപ്പും എനിക്ക് തരരുത്. പക്ഷെ പലരും എന്നെ തിരിച്ചറിയുന്നത് ആ പാട്ടിലാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതുവരെ പാടിയിരുന്ന ആളുകൾ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്, അവരൊരു നാടൻപാട്ട് സംഘത്തിൽ പാടുന്ന ഏതൊരു പാട്ടിനിപ്പോൾ ഒരു ഇനി വരുന്ന തലമുറയ്ക്ക്, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഈ കവിത 7 മിനിറ്റ് ഉണ്ട്. ഈ 7 മിനിറ്റ് ഞാൻ എൻ്റെ സ്റ്റേജിൽ പാടാറില്ല. ആകെ പല്ലവി അനുപല്ലവി ചരണം എന്ന ആ ഒരു സംഗീതത്തിൻ്റെ ഘട്ടത്തിലൂടെ കടന്നു പോകാറുള്ളൂ. അങ്ങനെ ഞാൻ ഈ പാട്ടിനെ ക്രോഡീകരിച്ച് ആദ്യത്തെ കുറച്ച് വരികളിൽ ഒതുക്കി കുറച്ച് ബാൻഡ് സ്റ്റൈലിലേക്ക് ഇത് മാറ്റിയപ്പോഴാണ് ജനങ്ങൾ കൂടുതൽ അത് ഏറ്റെടുത്തതെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അപ്പോൾ വരികൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്താണ് എൻ്റെ പാട്ടുകളും സംഘമൊക്കെ പോണത്. ഇനി വരുന്ന തലമുറയ്ക്ക് പാടിയതുകൊണ്ടാണ് ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു വേദിയിൽ ഇത് പാടി ഇറങ്ങിയപ്പം അത് എഴുതി അഞ്ചക്കാട് ബാലചന്ദ്രൻ ഭയങ്കരമായി അഭിനന്ദിച്ചു. പക്ഷെ തൊട്ടടുത്തിരുന്ന ആള് പ്രസീതയ്ക്ക് കുറച്ച് വിദ്യാഭ്യാസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയണ്ടായി ഇല്ലേ? PhD ഒക്കെ ചെയ്യുന്ന ആളാണോ? അവരെ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഇപ്പോഴും ആളുകൾക്കിടയിൽ നിൽക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് അതിനെയൊക്കെ മറികടന്നിട്ടുള്ളത്? യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപാട് സ്ത്രീ ജനങ്ങളായ പാട്ടുകാർ ഇറങ്ങിയിട്ടുണ്ട്. ഞാനാണ് ആദ്യമായിട്ട് ഒരു കോഡ്ലെസ് എടുത്തിട്ട് ഓഡിയൻസിലേക്ക് ഇറങ്ങിപ്പോയ ആൾ. അത് ഓഡിയൻസിലേക്ക് ഇറങ്ങിപ്പോയത് വേറൊന്നുമല്ല, അന്ന് വരുമാന മാർഗം എന്ന് പറയുന്നത് പാട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ പഠിച്ചത്, ഞാൻ ഇന്നുവരെ ഈ ഇരിക്കുന്ന നിമിഷം വരെ ഞാൻ ജീവിക്കുന്നത് ഞാൻ പണിയെടുത്തിട്ടാണ്. ഇതുവരെ ഞാനങ്ങനെ ആശ്രയത്വം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. 8ാം ക്ലാസ് മുതലാണ് ഞാൻ പണിക്ക് പോയി തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇനി വരുന്ന തലമുറയ്ക്ക് എന്നുള്ള പാട്ടിന് മുമ്പ് കോഡ്ലെസ് എടുത്ത് പുറത്ത് പോയി ആളുകളുടെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ പഠിച്ച് ഒരു പൾസ് മനസ്സിലാക്കി വന്നിട്ടുള്ളൊരു കലാകാരി എന്നുള്ള നിലയ്ക്ക് ആ ചോദ്യം കേട്ടപ്പോൾ, ആ ചോദ്യം പ്രതീക്ഷിച്ച പോലെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നത്. ആ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ നന്നായി ബ്രെയിൻ വാഷ് ചെയ്ത് വിടാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സമൂഹത്തിലെ കുറച്ച് ആളുകളെങ്കിലും ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ രൂപം നോക്കി ക്വാളിഫിക്കേഷൻ അളക്കുന്ന കുറേ ആളുകളുണ്ട്. ചിലപ്പോൾ നല്ല വിദ്യാഭ്യാസത്തിൽ നിന്നാലും എനിക്കിങ്ങനെയൊക്കെ, ഞാൻ ഇങ്ങനെ നടക്കൂ, ഇത് എൻ്റെ ഇഷ്ടമാണ് എന്ന് വിചാരിക്കുന്ന പല ആളുകളുണ്ട്. ഞാൻ ഇന്ന് തന്നെ ഈ 40ാം വയസ്സിൽ ഞാൻ ഇത്രയേ ഉള്ളൂ. 10-17 വർഷം മുമ്പാണ് ഇനി വരുന്ന തലമുറയ്ക്ക് പണം. അന്ന് ഞാൻ ഈ കുഞ്ഞിതായതുകൊണ്ട് ചെന്ന് നിൽക്കുന്നു. ആ സാറ് ചിലപ്പോൾ ഞാൻ വിചാരിച്ചത്, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരാളുടെ ഫിഗർ നോക്കിയിട്ട് അദ്ദേഹം വാല്യൂ അളന്നു എന്നുള്ളതാണ്. അത് ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും നിത്യജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരി, ഒരു പെണ്ണായതുകൊണ്ട് പ്രത്യേകിച്ചും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കലാകാരി എന്ന നിലയിൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ എൻ്റെ പാട്ടുകൾ കണ്ട ആളുകൾ അതിൻ്റെ താഴെ വരുന്ന ചില പോസിറ്റീവായിട്ട് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. പക്ഷെ അതിൻ്റെ താഴെ വരുന്ന ഒരുപാട് കമൻറ്റുകൾ ഇതിനെയും എങ്ങനെ നേരിട്ടു എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം വരുന്നുണ്ടാവുക. ഒരു കണക്കിന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കുറച്ചങ്ങോട്ട് വായിച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. വെറുതെ പറയണതല്ല, ആരെങ്കിലും നമ്മളെങ്ങനെ നെഗറ്റീവ് പറയും, പോസിറ്റീവ് പറയുന്ന ആളുകളെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവിനെയും സന്തോഷത്തോടെ സ്വീകരിക്കണം, വിട്ടുകളയരുത്, സ്വീകരിക്കണം. അതിൽ നമ്മുടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മളത് നികത്താൻ തയ്യാറാവണം. അത് ആ ഒരു പേഴ്സണാലിറ്റിയാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കുറേ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ചില ആളുകൾ, ഞാൻ പല സ്റ്റേജിലും പറയാറുള്ളൊരു കാര്യമാണ്, ചില അമ്മയും പെങ്ങന്മാരും ഇല്ലാത്തവന്മാരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേജിൽ പ്രയോഗിക്കാറുള്ളത്. അവർക്ക് തോന്നുന്ന പോലെയുള്ളത് പറഞ്ഞു പോകുന്നത് ശരിയായ രീതിയല്ല. ഈ പറഞ്ഞ പോലെ സഭ്യമായ വാക്കുകൾ എന്ന് പറയുന്ന ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മളെ വിമർശിക്കുന്ന ആളുകളുടെ വിമർശനം നമ്മൾ ഏറ്റെടുക്കും. അതുതന്നെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പറയാനുള്ളൂ ഈ ഒരു കാര്യത്തെ പറ്റി. ജെയിംസിന് അങ്ങനെ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ട്? ഈ ഒരു വോക്കൽ പ്രധാന, നിങ്ങളുടെ ബാൻഡിൻ്റെ ഏറ്റവും വോക്കൽ പാടുന്ന ആളാണ്. അപ്പോൾ ഇയാളെന്ത് പാട്ടാണ് പാടുന്നത്? ഇത് തകരയാണ് ബാൻഡിൻ്റെ പേര്. അപ്പോൾ തകരപ്പാട്ടയിൽ ഉരയ്ക്കുന്ന ഒരു ശബ്ദം പോലെ ഒരു മനുഷ്യൻ എന്നൊരു വിമർശനം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കേട്ട പോലെ ഒരു ഓർമ്മ. അല്ല, അത് പണ്ട് എനിക്ക് വനിതയിൽ നമ്മുടെ ആദ്യത്തെ പോടി പെണ്ണെ എന്ന് പറഞ്ഞ പാട്ട് വന്ന സമയത്ത് വനിതയുടെ ഏറ്റവും ലാസ്റ്റ് പേജിലൊരു കുറച്ച് സെറ്റയർ കോമഡിക്കായിട്ട് എഴുതുന്ന ഒരു റൈറ്റപ്പാണ്. അതിൽ ഒരു വന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. ഗായകൻ കരകരാ ശബ്ദത്തിൽ കല്ലിൽ എന്തോ പറ വെച്ചുറയ്ക്കുന്ന
ശബ്ദത്തിൽ പാടുന്ന ഗായകൻ പാടുന്നു പൊടി നമുക്ക് പിന്നെ ഗന്ധർവനാഥം മാത്രമേ പരിചയമുള്ളൂ അല്ലേ മലയാളികൾക്ക്? മേ ബി അതായിരിക്കും. അപ്പം അതിൽ വന്ന വനിതയിൽ ഒന്നൊരു ആർട്ടിക്കിളിൽ വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അത് വിഷമിപ്പിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഞാനിങ്ങനെയാണെന്നുള്ള ബോധ്യം കൊണ്ട് അതിനെ മറികടക്കാൻ പറ്റില്ലേ? പിന്നെ ഡെഫിനറ്റ്ലി അതങ്ങനെ അന്നേരമൊക്കെ കേൾക്കുമ്പോൾ അന്ന് ആദ്യം തന്നെ നമുക്ക് ആർട്ടിക്കിൾ വന്നു എന്നുള്ളത് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ എങ്ങനെയാ ഒരു മലയാളിയുടെ ജോൺ ലെനൻ എന്നൊക്കെ ഉള്ളൊരു കമൻ്റൊക്കെയാണ് യൂട്യൂബിലൊക്കെ വരുന്നത്. അതൊക്കെ കുറച്ച് കൂടുതലാണ്, എന്നാലും കേൾക്കണ്ട എന്നാണോ? പക്ഷേ ജെയിംസ് മാത്രമാണ് ഇതിൽ പാട്ട് പാടാത്തത്. എനിക്ക് പുട്ടിൻ്റെ 4 വരി കേട്ടാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കയറാം. പണവും പ്രതാപവും നമുക്കെന്തിനാ, പുട്ടുണ്ടല്ലോ പുട്ടിൻ പൊടിയുണ്ടല്ലോ. പണവും പ്രതാപവും നമുക്കെന്തിനാ, പുട്ടുണ്ടല്ലോ പുട്ടിൻ പൊടിയുണ്ടല്ലോ. വാ വാ പുട്ടേ വാ, പുട്ടിൻ്റെ പൊടിയേ വാ. അറിയുന്നവർ കൂടെ പാടൂ. വാ വാ പുട്ടേ വാ, പുട്ടിൻ്റെ പൊടിയേ വാ. താങ്ക് യു. സ്വന്തമായിട്ടുണ്ടാക്കി നമ്മളെ ബാൻഡും ഞാനും ലിറിസിസ്റ്റും നമ്മുടെ ബാൻഡ് എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ട്. മാർട്ടിനേട്ടാ, അപ്പം നമുക്ക് രാഷ്ട്രീയത്തെ നമ്മൾ ഈ പാട്ടിലേക്ക് ഒരുപാട് ആവാഹിച്ച് നിങ്ങൾക്കിടയിൽ അതിൻ്റെ ഒരു ഡ്രാമ എപ്പോഴും ഉണ്ടല്ലോ. നിങ്ങളുടെ പാട്ട് അവതരണത്തിൽ ഒക്കെ ഒരു ഡ്രാമയുണ്ട് അതിനകത്ത്. എനിക്ക് പണ്ട് എപ്പോഴും തോന്നിയത്, പണ്ട് ചെറുപ്പത്തിൽ നമ്മളൊരു കുട്ടികളായ സമയത്തൊക്കെ കൊളോണിയൽ കസിൻസ് പാട്ട് ടി വിയിൽ കണ്ടിട്ട് അതിൽ ലെസ്ലി ലൂയിസ് കുറേ മുടിയിൽ ഓരോ സാധനം ഇട്ട് വരുമ്പോൾ ഇയാളത് ഇങ്ങനെ വേഷം. പിന്നെ എനിക്ക് അത് ഓർമ്മ വന്നത് മാറിനേട്ടൻ മുടിയിൽ ഓരോന്നിട്ട് വന്ന സമയത്താണ്. അപ്പോൾ ഈ വേഷവിധാനത്തിന് പാട്ടിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബാൻഡിൻ്റെ അവതരണത്തിൽ അതിലൊരു അട്രാക്റ്റ് ചെയ്യുന്ന ഘടകമാണ്. ഇപ്പോൾ അതാ ജെയിംസ് മുടി നീട്ടി വളർത്തുന്നു, പ്രസിദ്ധിക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് മുടിയുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മുടിയൊക്കെ നീട്ടി വളർത്തുന്നു. ഇത് നിങ്ങളുടെ ഒരു പെർഫോമൻസിനെ ഒന്ന് എലവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ഗിമ്മിക്കുകളുടെ ഭാഗമാണ്. എന്നിട്ട് മുടി തലയിലുള്ളത് കൊണ്ട് നമ്മൾ വളർത്തുന്നു. അത് എത്ര കാലം തലയിലിരിക്കുന്നു നമുക്കറിയൊന്നുമില്ല. പിന്നെ ഇത് വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അതിന് പണിയുണ്ട്. പക്ഷെ മുടി മാത്രമൊന്നുമല്ല, ഇപ്പോൾ പെർഫോമൻസിലേക്ക് വരാനായിട്ട് നമ്മൾ ആളുകളുമായിട്ട് കുറേ കൂടി അടുപ്പുണ്ടാവാനായിട്ട് പല കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിരിക്കും. നമുക്ക് വളരെ ചെറിയൊരു സമയമല്ലേ കിട്ടുന്നത്. ഒരു 2 മണിക്കൂറോ 1.5 മണിക്കൂറാണ് ഒരു പെർഫോമൻസിന് കിട്ടുന്നത്. ആ സമയത്ത് പരമാവധി കാര്യങ്ങൾ ഭംഗിയാവണം എന്നുള്ളൊരു രീതിയിലുള്ള എല്ലാ തയ്യാറെടുപ്പും ഉണ്ടാവും. നമ്മൾ ശാരീരികമായിട്ട് അതിന് വേണ്ടി തയ്യാറെടുക്കും, മാനസികമായിട്ട് തയ്യാറെടുക്കും. പിന്നെ നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്കൊരു രസമൊക്കെ തോന്നിക്കോട്ടെ. ചിലപ്പോൾ അവർക്കൊന്നും ഇത് ഇടാൻ തോന്നില്ലല്ലോ, നമുക്ക് കുറച്ചൊക്കെ ആവാന്നുള്ള രീതിയിൽ ചില കോസ്റ്റ്യൂമൊക്കെ നമ്മളങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കതിനോട് ഇഷ്ടം തോന്നും, ചിലപ്പോൾ ഇഷ്ടം തോന്നില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പം മുടി ഇതായിട്ട് അങ്ങനെ മുടി രസമല്ലേ, തലയാട്ടണ മുടി ആടണതിൻ്റെ കൂടെ, അപ്പം അത് മൂടല്ലേ, അതുണ്ടാവും. അത് പക്ഷേ മുടി വളർത്തി തുടങ്ങിയത് അതിനും കുറേ മുമ്പാണ്. നാടകം പഠിക്കുന്ന കാലത്ത് മുതൽ മുടി വളർത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല ഗുണങ്ങൾ ഉണ്ടാവാറുണ്ട്, ദോഷങ്ങളുണ്ട് കേട്ടോ മുടി വളർത്തുന്നതിൻ്റെ പേരിൽ. പക്ഷേ ഇത് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇതൊക്കെ കൊള്ളാമെന്ന്, ഇതൊക്കെ നമുക്കൊരു ഹരം, ആളുകൾക്കൊരു ഹരം, ആളുകൾക്ക് ചീത്ത വിളിക്കാൻ അതൊരു ഹരം, ഉപദേശിക്കാൻ ദീനവും മുടിയൊക്കെ വെട്ടിയിട്ട് കുളിച്ചേതം എന്താ ഒരു ബഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമില്ലേ, മറ്റേ മുകേഷ് പുള്ളി നടത്തിയിരുന്ന അതിൽ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ പോലെ തന്നെയുള്ളൊരു 3-4 പേരെ കൊണ്ടുവന്ന് നിർത്തിയേക്കാണ്. എന്നിട്ട് ഒരാളുടെ കയ്യിൽ വടിയും കൊടുത്തിട്ടുണ്ട്, അയാൾക്കാണ് ഈ നെടുനീളൻ മുടിയും. എന്നിട്ട് അയാളുടെ തലയിൽ കൂടെ എലി ഓടി വരണു, എലി ചാടിപ്പോണു. ഇതൊക്കെ കണ്ട് കൈയടിച്ചുകൊണ്ട് അവതാരകൻ. അപ്പം ഞാൻ വിചാരിച്ചു, ഇയാൾക്ക് എന്ത് ബോധമുള്ളത്? ഇവർ രാഷ്ട്രീയത്തിലും കൂടി, സിനിമാ മേഖലയിലുള്ള ആളുകളാണ്, കലാപ്രവർത്തകരാണ്, പോരാത്തന്നെ രാഷ്ട്രീയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ മനുഷ്യരെ, അപ്പം മുമ്പ് പ്രസീത സംസാരിച്ച പോലെ തന്നെ ആളുകളെ ഈ രൂപമൊക്കെ കണ്ടിട്ട് ഇവരങ്ങോട്ടൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണല്ലോ. അപ്പോൾ ഇവരാണ് എന്നിട്ട് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരും കൂടിയാണ്. അപ്പോൾ ഈ മുന്നിൽ നിന്ന് നയിക്കുന്ന ആൾക്കാരുടെ പോലും ധാരണകൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് വീട്ടിൽ അമ്മ അനുമതി തന്നിട്ടുണ്ട്, നീ വളർത്തിക്കട മോനെ, മുടി മുറിക്കരുതെന്ന് എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന കുളിപ്പിക്കലിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ അമ്മ പറയുന്ന കാര്യമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ആ ലെവലിലും കൂടി നമ്മൾ കാണും. പിന്നെ ഇവിടെ വന്ന് മുടിയാട്ടും, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, അതൊന്നും കുഴപ്പമില്ല. മുടി ഉള്ളിടത്തോളം കാലം ഇപ്പോൾ ചെയ്യുന്ന പരിപാടിയിൽ മുടി ഒരു പ്രത്യേക രീതിയിൽ മെടഞ്ഞിട്ട് ഹാങ് ചെയ്യാൻ പറ്റും ഇതിൽ. അതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചിലിയിൽ പോയ സമയത്ത് പ്രാക്ടീസ് ചെയ്തതാണ്. സുസ്പെൻസ്യോൺ കപ്പിലാർ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. സുസ്പെൻസ്യോൺ കപ്പിലാർ
അത് സ്പാനിഷ് വാക്കാണ്, ഹെയർ ഹാങ്ങിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ. അപ്പം മുടി അത് കൃത്യമായിട്ട് മെടഞ്ഞ് മുടിയിൽ, അപ്പം അതൊരു സർക്കസ് ടെക്നിക്കാണ്. ഇപ്പം അവസാനം നമ്മൾ ചെയ്തൊരു പെർഫോമൻസ് ഊരാളി സിർക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവതരണമായിരുന്നു. അപ്പോൾ അതിൽ പറക്കുന്നുണ്ട്, മുടി ഉപയോഗിച്ച് മുടിയിൽ കെട്ടിയിട്ട് നമ്മൾ പറക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ അത് മുടി, അപ്പോൾ ആ സമയത്ത് അതൊരു ഉപകരണമായിട്ട് അല്ല, ഒരു അവയവമായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ അതൊരു വേറൊരു ഉപകരണമായിട്ട് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ. പോയിന്റും അതായിരുന്നു. അതായത് നിങ്ങൾ ഇതിൻ്റെ പെർഫോമൻസിൽ ഇതിന് കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ എലിവേറ്റ് ചെയ്യുന്നത്, അതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് വേറൊരു സംശയമുള്ളത്, ഇപ്പോൾ ആർക്കൊക്കെ അറിയുമെന്നറിയില്ല, പഴയൊരു സെമിനാരിയാണ്, എക്സ് സെമിനാരിയാണ് ഇവിടെ നിൽക്കുന്ന പലരും എക്സ് സെമിനാരിക്കാരായിരിക്കും. ഞാനാണ് ആണ്. ഞാൻ രക്ഷപ്പെട്ടതാണ്. ഈ ചർച്ചിൻ്റെ ഒരു സ്വാധീനം ജീവിതത്തിലോ സംഗീതത്തിലോ ഈ ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിലോ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? നമ്മൾ കടന്നുപോയിട്ടുള്ള സംഗതികളൊക്കെ നമ്മളെ സ്വാധീനിക്കുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മയിലുണ്ടല്ലോ അതൊക്കെ. അത് ഞാൻ 1 വർഷമാണ് ഞാൻ സെമിനാരിൽ ഉണ്ടായിരുന്നത്. അത് 15 വയസ്സുള്ളപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് എൻ്റെ ഓരോ തോറ്റങ്ങൾ ഞാൻ വീട്ടിൽ പറഞ്ഞ് ഞാൻ പള്ളിയിൽ അച്ഛനാകാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ അപ്പച്ചനൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ലേ, വേറെ വല്ല പണി നോക്കിക്കോ എന്നുള്ള രീതിയിൽ. അമ്മ പക്ഷേ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഞാനങ്ങനെ സെമിനാരിയിൽ പോയി. അപ്പോൾ അമ്മയാണ് എല്ലാത്തിനും സപ്പോർട്ട്. അല്ല, 2 സപ്പോർട്ടാണ്, ഒരാൾ അനുകൂലിക്കാനും ഒരാൾ പ്രതികൂലിക്കാനായിട്ട്. ആ രീതിയിൽ 2 പേരും വേണം, ആ രസമാണ്. അപ്പോൾ സെമിനാരിയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വിചാരം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനി വളരെ മനോഹരമായിട്ടുള്ളൊരു ലോകമായിരിക്കും, സ്നേഹത്താൽ നിർമ്മിതമായിട്ടുള്ള ലോകം, പിന്നെ ക്രിസ്തു കുരിശി കിടക്കണ മൂപ്പരെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം അങ്ങനെ ആയിരിക്കും സെറ്റാവാന്ന് വിചാരിച്ച് ഞാനവിടെ ചെല്ലണത്. ഞാനവിടെ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും അങ്ങനെയല്ല എന്നുള്ളത്. അത് നമ്മളൊരു 15 വയസ്സുള്ളൊരു കുട്ടിയായിട്ട് തന്നെയാണ് അവിടെ ചെല്ലണത്. അപ്പം അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ എല്ലാ സൗഹൃദങ്ങൾ, നമ്മുടെ കംഫർട്ടൊക്കെ വിട്ടിട്ട് നമ്മളൊരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഒറ്റയാണ് അവിടെ. ഇനി അവിടെ ഒറ്റയാവുന്നതിനെ അവർ കാര്യമായിട്ട് ഒറ്റയാകാൻ തന്നെ നിങ്ങൾ വിടും, അല്ലാണ്ട് കൂട്ടമാവുന്നതിനെ കുറിച്ച് അവർ സപ്പോർട്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ഈ ജീവിതമൊക്കെ സ്വാധീനിക്കും നമ്മളെ. 1 വർഷം ഞാൻ അവിടെ ഉണ്ടായിട്ടുള്ളൂ. 1 വർഷത്തിനുള്ളിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ അതുവരെ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്തു നോക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. വേറൊരു ലോകത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആ മതം തന്നെ എങ്ങനെയാണത് ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ളത് കുറച്ചുകൂടി ആ പ്രായത്തിൽ നിന്നോട്ടിൽ മനസ്സിലാക്കി. പക്ഷേ എനിക്ക് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ 1 വർഷം കൊണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ, നമ്മൾ പാടത്തൊക്കെ പോയി നീന്തി മീൻ പിടിച്ച് കളിച്ച് നടന്നിരുന്ന ചങ്ങാതികളൊക്കെ ഇവൻ ഏതാണ്ട് വേറെ ആളായിടാന്നുള്ള രീതിയിൽ ഇവർ കാണുമ്പോൾ എന്നോട് നമസ്തേക്ക് പറഞ്ഞപ്പോൾ ഞാനും അത് നോക്കുമ്പോൾ വെള്ള ഷർട്ടും കറുത്ത പാൻറ്റൊക്കെ ഇട്ടിട്ട് കഥ പോയി, കയ്യിൽ നിന്ന് പോയി. അങ്ങനെ പിന്നെ അപ്പോൾ 2 കൊല്ലം പള്ളിയിലായിരുന്നു. അപ്പോൾ പള്ളിയിൽ പാട്ടുകളൊക്കെ പാടാറുണ്ട്. അപ്പോൾ നമ്മൾ ഗായക സംഘത്തിലുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പൈസ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ ഈ കുർബാനയ്ക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്താനായിട്ടുണ്ടാവും, അങ്ങനെ അവിടെ നിന്ന് കിട്ടും. പിന്നെ പിരിവെടുക്കുന്ന സമയത്ത് അതിലും നമുക്കൊരു പങ്ക് കിട്ടും. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിന് കുറച്ചെടുത്താലും കുഴപ്പമില്ല എന്നുള്ളത്. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം എന്നുള്ളതും പഠിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യരുതെന്നുള്ളതും കുറേ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിൽക്കണ്ട എന്നുള്ളത് വൈകാണ്ട് തന്നെ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശരിക്കും സ്വാധീനിച്ചിട്ടൊക്കെ ഉണ്ട്. പള്ളി സ്വാധീനിക്കണമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും ചെറുപ്പം മുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണല്ലോ. അന്ന് കുറേ കൂടി പ്രതീക്ഷയുണ്ടല്ലോ നമുക്ക്. ഇപ്പം അങ്ങനെ നോക്കണ സമയത്ത് എന്നെ അത് സ്വാധീനിക്കേണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പള്ളിയായിട്ട് ഞാനിങ്ങനെ കർത്താവായിട്ട് ശരി ഗടി എന്തൊക്കെയുണ്ട് ജെയിംസ് എന്ന് ചോദിക്കണം, അതേ അകലത്തിൽ തന്നെയാണ് മൂപ്പരെ നിർത്തണത്. മതസംവിധാനങ്ങളുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു അടുപ്പം തോന്നണില്ല. കാരണം അത് കുറച്ചുകൂടി അടുത്ത് മനസ്സിലാക്കിയ സമയത്ത് ചില കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് അത് മനസ്സിലായത് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മുടെ നിലപാടുകളായിട്ട് വരുന്നിടത്ത് നമ്മളെ എതിരഭിപ്രായങ്ങളായിട്ട് പ്രകടിപ്പിക്കാനായിട്ട് ഈ പറയുന്ന അനുഭവങ്ങളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പ്രസീദയ്ക്ക് എങ്ങനെയാണ് ഒരു ജീവിതകാലം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ സംഗീതത്തിന് പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ പൈസയ്ക്കാണോ പ്രാധാന്യം കൊടുത്തിരുന്നത് ആ കാലത്ത്? പ്രത്യേകിച്ചും അതുപോലെ പണിയെടുത്ത് നടന്നിട്ടുണ്ട്, കോറിയിൽ പണിയെടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെയാണ് ജീവിതത്തിൻ്റെ ഒരു പച്ചപ്പിലേക്ക് എത്തിയെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ആ പച്ചപ്പിലേക്ക് എത്താനുള്ള ശ്രമങ്ങളെങ്കിലും നമ്മൾ തുടങ്ങുന്നത് പ്രസീദമാണ്. അപ്പോൾ ആ സമയത്ത് സംഗീതം ഉണ്ടായിരുന്നു കൂട്ടിൽ, അല്ലെങ്കിൽ എനിക്കൊരു പാട്ടുകാരിയാവണം, ഇങ്ങനെ വേദികൾ കീഴടക്കണം, അതൊക്കെയായിരുന്നു ലക്ഷ്യം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ളൊരു പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. എപ്പോഴും വീട്ടിൽ നിന്ന് ദാരിദ്ര്യം ഇല്ലാണ്ട് വളരുക എന്നുള്ളതാണ്. നല്ല അതിദാരിദ്ര്യത്തിൽ വളർന്ന ഒരാളല്ല, പക്ഷെ ചില സമയങ്ങളിലെങ്കിലും നമ്മൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അച്ഛൻ കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചു, ഇനി മുതൽ എൻ്റെ ഒരു കാര്യമെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് നോക്കണം എന്നുള്ളൊരു വലിയ തീരുമാനമുണ്ട്. അതിൻ്റെ പേരിലാണ് കോറിയിൽ മെറ്റലുടയ്ക്കാൻ പോയതോ മലയിൽ കയറി കശുവണ്ടി പറക്കിയതൊക്കെ. ഒറ്റയ്ക്കാവും ചില സമയത്ത് കാട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ കശുവണ്ടി പറക്കാൻ വേണ്ടി വരിക, സമയം കാത്തു വയ്ക്കുക.
ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെയാണ് ഞങ്ങൾ പോകാറുള്ളത്. പക്ഷേ ഒരു കൂട്ടം കുട്ടികൾ അങ്ങോട്ട് കയറി വിടുന്നു. മല വലിയതായ കാരണം ഓരോരുത്തർ ഓരോ ദിശയിലേക്ക് പോകാൻ പറയും. ആ സമയത്ത് അവിടെ മാനൊക്കെ ഇറങ്ങണ ഒരു സമയം. പക്ഷെ ആ ഒരു സമയത്താണ് പുലി ഉണ്ടെന്നൊക്കെ കേട്ടിരുന്നത്. എന്നിരുന്നാൽ പോലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. കാരണം നമ്മുടെ യൂണിഫോം മേടിക്കേണ്ട സമയത്ത്, ബാഗ് മേടിക്കേണ്ട സമയത്ത് നമ്മളതിൽ ആ പഴയതിനെ ഇട്ടിട്ട് മടുത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയതൊരെണ്ണം വേണം എന്നുള്ള വലിയൊരു ആഗ്രഹം. അങ്ങനെ പോയതാണ്. അതുപോലെ പിന്നിൽ കെട്ടുള്ള ഒരു ചെരുപ്പിട്ടതുപോലെ ഞാൻ പണിയെടുത്തുണ്ടാക്കിയതാണ്. അന്ന് ആ ചെരുപ്പിന് 85 രൂപ വില ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ 85 ഞാൻ കശുവണ്ടി പുറക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് മേടിച്ചത്. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒട്ടും ബേസ്മെൻ്റ് ഇല്ലാതെ വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു ദരിദ്രാവസ്ഥയിൽ ജീവിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികം വേണം തന്നെയാണ് നമ്മൾ ചിന്തിക്കുകയുള്ളൂ. പതുക്കെ 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 നമ്മളെ ആശ്രയിച്ച് നമ്മുടെ കുടുംബം കൂടി കൂടെ വരികയാണ്. ഇപ്പോൾ ആണെങ്കിൽ അമ്മമാരുടെ ചികിത്സ, 2 അമ്മമാർ, ഇപ്പോൾ മനുവേട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയും അവർ ജീവിക്കുന്നത് നമ്മുടെ ഈ ഒരു വരുമാനത്തിൽ. നമ്മളെ കൂടെയുള്ള 18 അംഗ സംഘം ജീവിക്കുക, അവരുടെ കുടുംബം പോകുന്നത് ഈ ഒരു വരുമാനത്തിന് കീഴിൽ തന്നെയാണ്. പിന്നെ ആക്സിഡൻ്റലി പാട്ടിലേക്ക് വന്നു പെട്ടുപോയതാണ്. ഇപ്പോൾ അത് ജീവിതമാർഗ്ഗമായി സ്വീകരിച്ചു എന്നുള്ളൂ. കാരണം ഞാൻ നഴ്സിംഗ് പഠിച്ച് ജർമ്മനിയിൽ എവിടെയെങ്കിലുമൊക്കെ കൂടെ കൂട്ടുകാരൊക്കെ കൂടെ പോകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ആ സമയത്ത് എല്ലാവരും ലോൺ എടുത്ത് പോയി. എൻട്രൻസിൻ്റെ ബോധമൊന്നും അന്നില്ല, അത്രയും പഠിക്കാനുള്ള വിവരമില്ല. അപ്പോൾ നോക്കിയപ്പോൾ വീട്ടിൽ ആധാരം കാണാനില്ല. ഒരു ദിവസം ഞാൻ അച്ഛനോട് ചോദിക്കുകയത്, അച്ഛാ എല്ലാവരും ആധാരം വെച്ചിട്ട് പണയം വെച്ചിട്ട് പോവുകയാണ്, എനിക്ക് ആധാരം എന്തായോ? ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി അതും അച്ഛൻ അമ്മ അവരെ കഷ്ടപ്പാട് കൊണ്ട് സൊസൈറ്റിയിൽ വെച്ചേക്കുക. 2003 ഞാൻ ഫസ്റ്റ് ഗൾഫിൽ പോണ സമയത്ത് ഈ ആധാരത്തിൻ്റെ ജപ്തി നോട്ടീസാണ് എൻ്റെ വീടിൻ്റെ ചുമരും ഒട്ടിച്ചത്. അത് കണ്ടിട്ട് ഞാൻ പോണേ. അവിടെ നിന്ന് കിട്ടി 30,000 രൂപ. അത് നേരെ കൊണ്ടുപോയി ആ സൊസൈറ്റിയിൽ കൊടുത്ത് ആധാരം എടുത്ത് അച്ഛൻ്റെ കൊടുക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് പൈസ എന്ന് പറയുന്നതിന് ആരൊക്കെ പൈസ ഉണ്ടാക്കി എല്ലാവോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും പൈസ എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രതിഭാസത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിലയുണ്ടെന്നുള്ളത് ചെറുപ്പത്തിലേ മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പോൾ അന്ന് കാലത്തൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പാട്ട് പാടാൻ പോയതും നാടകം കളിക്കാൻ. ഫസ്റ്റ് നാടകം കളിച്ച് വന്നതാണ് പോയതൊക്കെ. പിന്നീട് ഈ വിഷയത്തിൽ MPhil ചെയ്യുകയും ഡിപ്ലോമ എടുക്കുകയും അതുപോലെ തന്നെ JRFും നെറ്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2nd റാങ്ക് ആയിരുന്നു. അതും പിന്നെ നേരെ PhDക്ക് കലാമണ്ഡലത്തിൽ ചേരുന്നു. ഇതൊക്കെ ഇങ്ങനെ വായനയിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഒരു നിസ്സാര കാര്യമല്ല. ഇപ്പോൾ ഞാൻ പാടിയിട്ടുള്ള ഉള്ളുള്ളേര് എന്നുള്ള പാട്ട് ബാൻഡ് സ്റ്റൈലിൽ പക്ക TJ വേർഷനിലാണ് അജഗജാന്തര സിനിമയിൽ വന്നപ്പോൾ പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുള്ളി നാളാണേ. ഈ പാട്ട് കേൾക്കാത്ത ഒരാൾ പോലും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളുള്ളേരി ആണെങ്കിൽ മാവിലാ സമുദായത്തിൽപ്പെട്ട ആളുകൾ പാടുന്ന ഒരു പാട്ടാണ് അവരുടെ തെരണ്ട് കല്യാണത്തിൻ്റെ ഭാഗമായിട്ട്. പാലാപ്പള്ളി ആണെങ്കിൽ പുലയ സമുദായത്തിൽപ്പെട്ട ആളുകൾ മരണപ്പെടുമ്പോൾ അവരുടെ ചാവെടുക്കുന്ന പാട്ടാണ്. അതിനെ ചാവുപാട്ട് എന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള തരംതിരിവുകൾ പാട്ടുകൾക്ക് ഉണ്ടെന്നും ഒരുപാട് സമുദായങ്ങളിൽ അതുപോലെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവരുടേതായ കെട്ടുപാട്ടുകൾ ഉണ്ടെന്നും അനുഷ്ഠാന ഗാനങ്ങൾ, വാമൊഴിപ്പാട്ടുകൾ, വരമൊഴിപ്പാട്ടുകൾ, ഇങ്ങനെയുള്ള ഒരു കണക്കിനുള്ള അറിവുകളാണ് നമുക്ക് ഫോക്ലോർ പഠിക്കുമ്പോൾ കിട്ടണത്. അപ്പോൾ ഈ ഒരു ലക്ഷ്യം പതുക്കെ മാറ്റി വെച്ചുകൊണ്ട് ജീവിക്കാൻ കുഴപ്പമില്ലാത്തൊരു മേഖലയാണെങ്കിൽ കൂടിയും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. ഇനി വരുന്ന തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കുന്നത് എങ്ങനെയെന്നുള്ളൊരു അന്വേഷണം കൂടി നടത്തണം എന്ന് വിചാരിച്ചിട്ടാണ് PhDക്ക് പോയി ജോയിൻ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ്. പൈസയ്ക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് പൈസയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിക്കാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൈസയോട് ഭയങ്കര, അല്ലെങ്കിൽ പണ്ടേ ആർത്തിയൊന്നും ഉണ്ടായിട്ടില്ല. ദാരിദ്ര്യം ഇല്ലാണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടപ്പാച്ചിലായിരുന്നു. മണിച്ചേട്ടൻ പറഞ്ഞ പോലെ ഈ റോക്കറ്റ് ഇങ്ങനെ പാഞ്ഞു പോണ കണ്ടോ? മണിച്ചേട്ടൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, മൂട്ടിൽ തീ പിടിച്ചാൽ ഓടില്ലാണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ദാരിദ്ര്യം, കഷ്ടപ്പാട്, കടമൊക്കെ വന്ന സമയത്ത് നമ്മുടെ മൂട്ടിൽ തീയാണ്. ഈ തീയുടെ പിന്നിൽ ഇങ്ങനെ കത്തണ സമയത്ത് ഓടല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ ഇപ്പോൾ രണ്ടും കൂടിയാണ് കൊണ്ടുപോകുന്നത്. ഓട്ടല്ല, എത്ര വേദികളാണ് ഒരു വർഷം കൈകാര്യം ചെയ്യുന്നത്? കണക്കിന് വേദികളാണ്, അതും വിദേശത്ത്. നഴ്സിംഗ് പഠിക്കാൻ നഴ്സായിട്ട് ജർമ്മനി പോകാൻ ആഗ്രഹിച്ച ആൾ ഇപ്പോൾ എല്ലാ രാജ്യത്തും പോയിക്കൊണ്ടിരിക്കുക. അതെ 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 അതെ. പക്ഷേ ഈ പറഞ്ഞ പോലെ പതി ഫോക്ക് ബാൻഡ് എന്ന് പറയുന്ന ടീം പൈസയുടെ കാര്യത്തിലും കാര്യമൊക്കെ പറയൂട്ടാ. അത് പറയും, തരണവർ തരുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള പരിപാടി. ഒരു മാർക്കറ്റിംഗ് കൂടിയാണ് നമ്മുടെ ഓൺലൈൻ വഴി. മാർക്കറ്റിംഗ് ആണെങ്കിൽ ഞാൻ ഇത് പറയും, ഇത് എൻ്റെ അന്നം കൂടിയാണ്. അപ്പോൾ പൈസക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പരിപാടി ചെയ്യും, എന്നാലും പൈസ പറയും. അത് വേണമല്ലോ നമുക്ക്. ജെയിംസ് എങ്ങനെയാണ് പൈസ പറഞ്ഞ് തന്നെയാണ് പരിപാടി നടത്താറ്? ഇപ്പം ആരെയും വിളിച്ചിട്ട് പുട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ ചെയ്യാറില്ല. വേണമല്ലോ, ഡെഫിനറ്റ്ലി. അത് പാർട്ട് ഓഫ് ലിവിങ് ആണല്ലോ. ഇപ്പോൾ ഞാനും നമ്മുടെ ബാൻഡിലും നമ്മൾ ബാൻഡ് മെമ്പേഴ്സായിട്ട് 5 പേര്, ബാക്കി ക്രൂ മെമ്പേഴ്സായിട്ട് ഒരു 6 പേര്, മൊത്തത്തിൽ 11 പേരുണ്ട്. അപ്പം യെസ്, ഡെഫിനറ്റ്ലി. ഇപ്പം ജെയിംസിൻ്റെ ഒരു ജീവിതം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെന്നൈയിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു, പഠിക്കാൻ പോയി. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വരികയാണ് അല്ലേ? വീട്ടിലേക്ക് വരണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അതെ, അപ്പം അങ്ങനെയാണ് ഞാൻ അവിടെ ഒരു തിയേറ്ററിൽ പിന്നെ ഒരു 1.5 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വരുന്നതും. പിന്നെ റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്, മാജിക് ക്യാൻ ഹാപ്പൻ എന്ന് പറയുന്ന പോലെ തകര ഹാപ്പൻഡ്. ഈ തകര എന്നുള്ള പേര് എങ്ങനെയാണ് നിങ്ങൾ ശരിക്കും ഇടുന്നത്? ശരിക്കും എന്താ അത് ഉദ്ദേശിക്കുന്നത്? തകര പാട്ടയാണോ അല്ലെങ്കിൽ തകര ആ ഇലയാണോ, തകര ചെടിയാണോ? അത് എങ്ങനെ എടുക്കാം, ഭരതന്റെ തകരയാണ്. അതുകൊണ്ട് എല്ലാ രീതിയിലും അതിനെ എടുക്കാം. അപ്പം നമ്മളും ആക്ച്വലി ഇപ്പോൾ ആദ്യത്തെ ഈ പൊടിവെണ്ണെ കഴിഞ്ഞിട്ട് പിന്നെ പുട്ടുപാട്ടിൻ്റെ ഒക്കെ ഒരു ബേസിക് ലൈനും പിന്നെ ജീവിക്കൊണ്ട് ഒരു 1-2 ലൈൻ എഴുതി നിൽക്കുന്ന സ്പേസിലാണ് ഈ പാട്ട് ഇറക്കാമെന്നുള്ളൊരു രീതി വന്നപ്പോഴാണ് നമുക്കൊക്കെ ബാൻഡ് ആക്കാം. അപ്പോൾ ബാൻഡിൻ്റെ പേര് വേണമല്ലോ. അപ്പോൾ നമ്മുടെ സുഹൃത്ത് AK ആണ് അത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് തകര എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് കണക്റ്റായി. അപ്പോൾ ആ പുട്ടുപാട്ടിൻ്റെ ലൈൻസും പൊടിവെണ്ണിൻ്റെ ലൈൻസും ഈ പാട്ടുണ്ടാക്കിയ ബാൻഡിൻ്റെ പേര് തകര. സെറ്റ്. അപ്പം അങ്ങനെ വെച്ചതാ. ജീവിക്കേണ്ട ഒരു 2 വരി പാടിക്കൂടെ? നാളെ ഒരു സ്വപ്നം മാത്രം, ഇന്നാണു ജീവിതം, ജീവിക്കൂ ജീവിക്കൂ ജീവിക്കാൻ അനുവദിക്കൂ. ഓക്കെ, മാർട്ടിനേട്ടൻ കുറേ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നതാണ് പാട്ടിൽ. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായോ ബാൻഡിനോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ? എല്ലാവർക്കും മാറ്റം ഉണ്ടായില്ലേ? ഇവിടെ ആരാ ഭരിക്കണത്? എല്ലാവർക്കും മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാറ്റം ഇപ്പം നമ്മൾ പാട്ട് പാടിയത് കൊണ്ടുണ്ടാവണ മാറ്റമാണെന്നുള്ളതല്ല. നമുക്ക് പാട്ട് പാടി തുടങ്ങിയോടുകൂടിയാണ് കുറേ കൂടി നമുക്ക് ചില സാമൂഹിക ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഭരണഘടന എന്ന് പറയുന്നൊരു കാര്യം അത് വായിച്ചിരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിങ്ങനൊരു പ്രവർത്തനമായിട്ട് ചെല്ലുന്ന സമയത്ത് ഞാനതിനെ കൂടുതൽ അറിയേണ്ടതുണ്ടെന്നുള്ളത് ഈ ബാൻഡ് ഉണ്ടായതിന് ശേഷമാണ്. എന്നാൽ അതിനു മുമ്പ് നമ്മൾ നാടകം പഠിച്ചിട്ടുണ്ട്, നാടക സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോഴൊന്നും നമുക്കത് മനസ്സിലായിട്ടില്ല എന്ന്, അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് മനുഷ്യർ കുറേ കൂടി മെച്ചപ്പെട്ടവരാകാനായിട്ടും, അല്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കുന്നത് ആ ജീവിത സാഹചര്യവും ചെയ്യുന്ന കാര്യങ്ങളും കുറച്ച് മെച്ചപ്പെട്ടതാകണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലായിരിക്കും എല്ലാവരും ഇപ്പോൾ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തേക്കണ ഒരു വേറൊരാൾക്കൊരു ധൈര്യമായിരിക്കും. അത് എല്ലാവർക്കും ധൈര്യമാകണം എന്നുള്ളതൊന്നുമില്ല. പക്ഷേ പിന്നീട് അത് ഇപ്പോൾ ഞാനത് പറയാറുണ്ട്, അതായത് നമ്മളെവിടെയെങ്കിലും ഒരു ചെറിയൊരു മുറിയിനുള്ളിൽ ഒളിച്ചിരുന്നിട്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുടെ കൂടെ നടക്കുന്ന സമയത്തുള്ള സംഭാഷണത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു പാട്ടിനെക്കുറിച്ചുള്ളൊരു ആശയം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടല്ലോ അപ്പുറത്തിരുന്ന ആളുകൾ ഇത് കേൾക്കും, എപ്പോഴെങ്കിലും അവരത് കേൾക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലോ. അത് പിന്നീട് സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇപ്പം നമ്മൾ വളരെ കൃത്യമായിട്ട് ഇത് ആളുകൾ എന്തായാലും ഏറ്റെടുക്കും എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മളൊരു പാട്ടുണ്ടാക്കുക. അവർക്ക് വേണ്ട രീതിയിലേക്ക് അതിനാക്കിയെടുക്കാനായിട്ടുള്ള സമയമോ സാമ്പത്തികമോ ശേഷിയൊന്നും ചിലപ്പോൾ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് പാട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അങ്ങോട്ട് പോയില്ല എന്നുണ്ടെങ്കിലും മാറ്റമുണ്ട് തീർച്ചയായിട്ടും. അത് മാറൽ അത് അവർ മാറണ്ടോ എന്നുള്ളതല്ലല്ലോ, നമ്മളും മാറുന്നുണ്ട്. അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതും കൂടി അറിഞ്ഞ് ഇടപെട്ടിട്ട്, അങ്ങനെയുള്ള മനുഷ്യരുമായിട്ട് ഇടപെട്ടിട്ട് കൂടിയാണ് നമ്മൾ പാട്ടുകൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ അവരിൽ നിന്ന് ഒളിച്ചിരുന്നിട്ട് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ളതല്ല. അതായത് 2015 ഏറ്റവും കൂടുതൽ ആ പാട്ടുകളൊക്കെ വരുന്നത്. ഇപ്പോൾ ഒരു 10 വർഷം ആവുന്നു. അന്ന് ഉണ്ടാക്കിയ ഒരു പരിതസ്ഥിതിയിൽ നിന്ന് മാറ്റം വന്നോ ഇപ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ മോശമാവുകയാണോ ചെയ്ത്, അല്ലെങ്കിൽ മെച്ചപ്പെടുകയാണോ ചെയ്ത്? അത് പല രീതിയിലുള്ളതല്ലേ. ഇപ്പോൾ മാറ്റങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഊരാളികൾ പല സാമൂഹിക വിഷയങ്ങളിലും പോയിട്ട് കാര്യമായിട്ട് തന്നെ ഇടപെടാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 2018-19 ശേഷം ഇവിടെ സമരങ്ങളോട് തന്നെയുള്ള ആളുകളുടെ ഒരു മനോഭാവം മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള സമരങ്ങൾ തന്നെ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ 2018 മുമ്പ് അല്ലെങ്കിൽ 19 മുമ്പുള്ള സമയത്ത്, കോവിഡിന് മുമ്പ് തന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. അതിനു മുമ്പ് ഇപ്പം ഞങ്ങൾ 2020 നമ്മൾ കർഷക സമരത്തിന് പോകുന്നത്. ഞങ്ങൾ 12 പേരാണ് അന്ന്, ബാൻഡും പിന്നെ ചങ്ങാതികളൊക്കെ ആയിട്ട് ഞങ്ങൾ 12 പേരാണ് ഡൽഹിയിലേക്ക് നമ്മൾ പോണത്. കർഷക സമരം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് പിന്നീട് നമ്മൾ മിണ്ടി ഇനി നമുക്ക് സമരങ്ങൾക്ക് അങ്ങനെ പോകണ്ടാട്ടോ, കാരണം നമ്മൾ സമരത്തിൻ്റെ ആളുകളും. അപ്പോൾ ഞങ്ങൾ പോകുന്നത് 20 നമ്മൾ റിപ്പബ്ലിക് ദിനത്തിൽ അവിടുത്തെ റാലിയിൽ പങ്കെടുക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് പോകുന്നത്. ഞങ്ങൾ ചെല്ലുന്നത് അവിടെ 24-ആം തീയതിയാണ്. പക്ഷേ 22-ആം തീയതി അവിടെ ഒരു മെയിൽ ചെന്നിട്ടുണ്ട്. അവിടെ ഡൽഹി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മെയിൽ ചെന്നിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്ന് ഒരു കൂട്ടം മാവോയിസ്റ്റുകൾ ഡൽഹിയിലേക്ക് വരുന്നുണ്ട്. ഇവർ അലൻ്റെയും താഹിയുടെയും എല്ലാം സുഹൃത്തുക്കളാണ്. ഇവർ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് വന്നേക്കണത് എന്നുള്ളത്. അപ്പം സത്യത്തിൽ ഞങ്ങളത് മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞിരുന്ന അവരോട് പറഞ്ഞ സ്റ്റേഷനിലൊന്നുമല്ല ഞങ്ങൾ പോയി ഇറങ്ങിയത്. അതിന് മുമ്പ് വേറൊരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ തിക്രിയിലേക്ക് യാത്ര ചെയ്ത് പോയത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ
അതിനുശേഷം നമ്മൾ സമരങ്ങളിലൊന്നും ഇനി പോകണ്ട. കാരണം നമ്മൾ സമരബാൻഡായിട്ടാണ് അറിയപ്പെടുന്നത്. സമരബാൻഡ് എന്ന് പറയുന്ന സമയത്ത് മിക്കപ്പോഴും മറ്റാരും സംസാരിക്കാനായിട്ട് ഇടമില്ലാത്ത മനുഷ്യർ, അല്ലെങ്കിൽ അങ്ങനെ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന വിഷയത്തിനെയാണല്ലോ ആളുകൾ സമരത്തിലൂടെ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നമുക്ക് കണക്ക് പറഞ്ഞ് പൈസ മേടിക്കലോ ഒരിക്കലും നമ്മൾ അങ്ങനെ പോയിട്ടില്ല. ഊരാളികൾ രണ്ട് രീതിയിലാണ് പോകാറുള്ളത്. ആളുകൾ ഞങ്ങളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൈസ പറയും. അതിപ്പോൾ ക്യാമ്പസിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ നമ്മൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇത് അനുസരിച്ച് നമ്മൾ പറയും. ഇപ്പോൾ സ്ഥാപനങ്ങളാണെങ്കിൽ അത് പറയും, ഗവൺമെൻറ് അങ്ങനെ. മറ്റൊന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു പോണതാണ്. അത് നമ്മളാണ് തീരുമാനിക്കുക നമുക്ക് ഈ ഇന്ന സ്ഥലത്ത് പോകേണ്ടതുണ്ട് എന്നുള്ളത്. എന്തായാലും ഓരോരുത്തർക്കും ഇതൊരു സ്വയം നടത്തുന്നൊരു പ്രതിരോധം കൂടിയാണ് ഈ പാട്ടും സംഗീതവും ഒക്കെ. അപ്പോൾ എന്തായാലും ഈ പച്ച മലയാളത്തിൻ്റെ പാട്ടുകാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി ഇതുപോലെ ഒരുപാട് പാട്ടുകൾ, പുട്ട് കഴിഞ്ഞ് ഈ ചപ്പാത്തിയിലേക്കും പത്തിരിയിലേക്കും, അതുപോലെ തന്നെ മാർട്ടിനേട്ടനാണെങ്കിൽ ഇനി ഒരുപാട് സമര അവസരങ്ങളിലേക്കൊക്കെ ആശംസ വേണ്ട, സമരം ചെയ്യാനിടമില്ലാത്തൊരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ആശങ്ക എന്തായാലും മാർട്ടിനേട്ടനുണ്ട്. പാട്ടുകൾ പക്ഷേ നിർത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രസിദ്ധിക്ക് എല്ലാവിധ ആശംസകളും. വേദികൾ ഇങ്ങനെ കീഴടക്കിക്കൊണ്ടേയിരിക്കുക, ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, സമരത്തിൻ്റെ പറയുമ്പോൾ ഇതും കൂടി പറയും. ഇപ്പോൾ ഞാൻ വരണ വഴിക്ക് ഇവിടെ ആൽബർട്ട്സ് കോളേജിൻ്റെ മുന്നിൽ തന്നെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, പൊളിറ്റിക്സ് ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്നുള്ളത്. ഇത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത് വേറെ എവിടെയോ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അതില്ല. നമ്മൾ രാഷ്ട്രീയമൊന്നും പറയില്ല, അല്ലെങ്കിൽ സമരങ്ങളിലൊന്നും നമ്മൾ ഇല്ല എന്നും എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഇതൊക്കെ തന്നെ മനുഷ്യർ പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്ത് സമരങ്ങൾ ആവശ്യമുണ്ടാവും, പാട്ടുകൾ ആവശ്യമുണ്ടാവും. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇടപെടുന്ന കക്ഷി രാഷ്ട്രീയം മാത്രമല്ലാതെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നതിൽ പോലും രാഷ്ട്രീയമുണ്ട്. അത് നമ്മൾ എന്തിനെയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്, എന്തുകൊണ്ട് ഞങ്ങളിരിക്കണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടെന്ന്, എന്തുകൊണ്ട് വേറെ ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ല, അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ധാരണകളുണ്ട്, ഉത്തരങ്ങളുണ്ട്, രാഷ്ട്രീയമുണ്ട്. അപ്പോൾ രാഷ്ട്രീയമില്ലാതെ അല്ലെങ്കിൽ സമരങ്ങളില്ലാതെ ഒന്നും കലാപ്രവർത്തനം മുന്നോട്ട് പോകില്ല. കലയിൽ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയത്തിലും കലയുണ്ട്. എന്നാലാണ് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞു തന്നെയാണ് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് സംശയമൊന്നുമില്ല. ഹോർത്തൂസിലും രാഷ്ട്രീയം തന്നെയാണുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം കേട്ടിരുന്നതിന്.